എല്ലാരും പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ. ആ യെസ്. അപ്പൊ നിങ്ങളെല്ലാവരും കേരളത്തിലുള്ള എല്ലാ ഹോസ്റ്റൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? നിങ്ങളെല്ലാവരും ഇന്ന് കേരളത്തിൽ എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാരും വർക്ക് ചെയ്യുന്നു. പക്ഷേ അത് പെർമനന്റ് ആണോ? അത് പെർമനന്റ് ആണോ? അല്ലല്ലോ. ഒന്നുകിൽ ഇതിപ്പോ പറഞ്ഞ കോൺട്രാക്ട് ബേസിലായിരിക്കും. അല്ല, ആരുമല്ല. അപ്പൊ 950ഓളം കുട്ടികൾ എന്താണ് ഇപ്പോ ഇന്നത്തെ ഗവൺമെന്റ് സർവീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ചിലർ എന്താ DHS-ലായിരിക്കാം, ഓർ ചിലർ എന്താ DME-യിലായിരിക്കാം, ഓർ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഇൻഷുറൻസിലായിരിക്കാം, ഓർ ദ സ്റ്റാഫ് നേഴ്സ്, ഓർ ദ JPH-ലായിരിക്കാം. അങ്ങനെ പല ആൾക്കാരും ഇല്ലേ? ഇല്ലേ? ഇവരാരും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവരാരും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. ഞാൻ നിങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം. അല്ലേ? കാരണം അല്ലേ? ശരിയല്ലേ? അല്ലെ? ഇപ്പൊ ഒരു എക്സാം എഴുതുന്നു, അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരുന്നു, ആൻഡ് എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുന്നു, ആൻഡ് വർക്ക് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ആരും ഞാൻ കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടില്ല. ശരിയല്ലേ? കണ്ടിട്ടില്ല. ആണോ അല്ലയോ? ആരെയും ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു സ്റ്റാഫ് നേഴ്സ് എന്താ പോസ്റ്റ് ചെയ്ത സ്റ്റാഫ് നേഴ്സ് പെർമനന്റ് പോസ്റ്റ് അല്ലേ? അല്ലേ? അത് കണ്ടപ്പോ ഭയങ്കര അഭിമാനം തോന്നി. കണ്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി. കാരണം എന്തുകൊണ്ടാ? ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. ശരിയല്ലേ? ഞാനിതിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് പെട്ടെന്ന് സാറല്ലേ എന്ന് ചോദിച്ചത്. ശരിയല്ലേ? അതുപോലൊരു സാഹചര്യം എന്താണ് ഹോസ്പിറ്റൽ പുറത്ത് വെച്ചോ എവിടെ വെച്ച് കാണുമല്ലോ അവിടെ. വളരെ സന്തോഷമുണ്ട്. ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഞാൻ സംസാരിച്ച് അവിടുന്ന് പുറത്തിറങ്ങി. എന്താണ് ആ ഹോസ്പിറ്റലിൽ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വളരെ സന്തോഷം തോന്നി. അല്ലേ? ശരിയാണ്. ഉണ്ടാവൂലേ? ഇപ്പൊ നിങ്ങളാരും ഉണ്ടാകത്തില്ലേ? ഇപ്പൊ നിങ്ങളാരും ഉണ്ടാവുമോ? പെട്ടെന്ന് സന്തോഷത്തോടെ സാർ എന്ന് വിളിച്ച് അടുത്തോട്ട് വരുമ്പോൾ സന്തോഷം ഉണ്ടാവുമല്ലോ. അവർക്കതൊരു ചെറിയ പുഞ്ചിരിയുണ്ട്. ആ ഒരു ചെറിയൊരു പുഞ്ചിരി, സംസാരം വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും ഇന്ന് കിട്ടി. സോ എല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്യോട്ടെ. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ഉറപ്പായും ഇതിന്റെ ലിസ്റ്റിൽ ഉണ്ടാവുമല്ലോ. ഉറപ്പായും ഉണ്ടോ എല്ലാവരും? ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്താണ് ഞാൻ കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല അല്ലേ? അപ്പൊ എന്താണ് നിങ്ങൾ എല്ലാവരും ഇനി വരാമോ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ലിസ്റ്റിൽ ഉണ്ടാവും. നന്നായിട്ട് ഫോക്കസ് ചെയ്യുക അല്ലേ? നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ഇത് ഉറപ്പായും ഒരു നാൾ അടുത്ത വർഷം തന്നെ ഇന്ന് സർക്കാർ സർവീസിൽ എല്ലാവരും തന്നെ ഉണ്ടാകും. റെക്കോർഡിംഗ് അല്ലേ ക്ലാസ്? ഈ പറഞ്ഞ ക്ലാസ് റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകളും അന്ന് എക്സാം സീരീസും എല്ലാവരും കൃത്യമായി അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഈ ഒരു സമയത്ത് എന്താണ് ഇപ്പൊ നിങ്ങളെ കുറച്ച് വേദനകളൊക്കെ വരും അല്ലേ? ഈ പറഞ്ഞ ഇന്നത്തെ കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല, പല ഫംഗ്ഷനും പോകാൻ പറ്റത്തില്ല. ആരെയും പോകുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സമയം ഉള്ളത് കൊണ്ട് പോകുന്നുണ്ടോ? ഉണ്ടോ? അവിടെ പോകുന്നുണ്ടോ? പറഞ്ഞ കല്യാണം, ആൻഡ് ബർത്ത്ഡേ, ഓർ ദ ഫംഗ്ഷൻസിന് പോകുന്നുണ്ട് എല്ലാവരും. അതൊക്കെ മാക്സിമം ഒഴിവാക്കുമല്ലോ. അതൊക്കെ മാക്സിമം ഒഴിവാക്കും. അങ്ങ് പറയണം, ഒഴിവാക്കണം. ആൻഡ് ജോലി കിട്ടിയിട്ട് ഇനി പോകാവൂ. ആൻഡ് ജോലി കിട്ടിയ ശേഷം മാത്രമേ പോകാവൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയ ശേഷം മാത്രമല്ലേ പോകാവൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയ ശേഷം മാത്രമേ എന്താണ് ഈ പറഞ്ഞ ബാക്കിയുള്ള ഫണ്ടിലോട്ട് ഇനി പോകാവൂ. ഓക്കെ. ശരിയല്ലേ? പോവും. ഇതുവരെ എത്ര സ്റ്റാഫ് നേഴ്സ് എക്സാം ആയിട്ടുണ്ട്? ഇതുവരെ എത്ര സ്റ്റാഫ് നേഴ്സ് എക്സാം ആയിട്ടുണ്ട്? 2, 3, 4, 5 എഴുതിയിട്ടുണ്ടോ? അതിന് ഇതുവരെയായിട്ട് എത്ര ലിസ്റ്റിൽ വന്നിട്ടുണ്ട്?
ആൻഡ് ലിസ്റ്റിൽ വന്നിട്ട് എത്ര വർഷം ജോലി കിട്ടാതെ പോയിട്ടുണ്ട്? ലിസ്റ്റിൽ വന്ന് ആൻഡ് ജോലി കിട്ടാതെ പോയ ആരെങ്കിലും ഉണ്ടോ? ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടാതെ പോയ ആളുണ്ടോ? ഉണ്ട്, ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ എപ്പോഴും നിങ്ങളെ വിശ്വസിച്ച് പഠിക്കുക. ഞാൻ തരുന്ന കാര്യങ്ങൾ, ഞാൻ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങളെ വിശ്വസിച്ച് പഠിക്കുക. ബാക്കി ആരെന്ത് പറഞ്ഞാലും, പല സാഹചര്യം കടന്നു വന്നാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കൃത്യമായി പഠിക്കോ, 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 പഠിക്കില്ല, പഠിക്കോ, പഠിക്കും. സോ ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഇല്ലേ, ഇൻ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ ഒരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഒരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇൻ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻ ദ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട് ആൻഡ് ദ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട് അല്ലേ, ശരിയല്ലേ? ഇൻ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഇൻ ദ ഡിസീസ് കണ്ടീഷൻസിലെ ഇൻ ദ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട് ഓർ ദ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്. അവിടെ നിന്നും സ്ഥിരമായിട്ട് ചോദ്യം വരാൻ പോകുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കഴിഞ്ഞ DHS എഴുതാൻ പോയ ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അവരുടെ ഞാൻ പറഞ്ഞു വിട്ടിരുന്നു, ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം, ചോദ്യം ഉണ്ടാകും എന്ന് പറഞ്ഞു വിട്ടൊരു സംഭവമാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. സോ ഇൻ ദ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ട്യൂബർക്ലോസിസ് എന്ത് ഡിസീസാ? എന്ത് ഡിസീസാ? The tuberculosis communicable ആണോ or നോൺ കമ്മ്യൂണിക്കബിൾ ആണോ? എല്ലാവരും പറയണം, ആൻസർ കമന്റ് ചെയ്യൂ. ദ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ആണോ ഓർ ദ നോൺ കമ്മ്യൂണിക്കബിൾ ആണോ? ഒന്നും എഴുതണ്ടേ, കേട്ടിരിക്കുക. ദ കമ്മ്യൂണിക്കബിൾ അല്ലേ? ദ ട്യൂബർക്ലോസിസ് കമ്മ്യൂണിക്കബിൾ അല്ലേ? ആണ്. സോ നമുക്ക് അത് തന്നെ ആദ്യം നോക്കാം. ഇന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്ന ഫസ്റ്റ് കാര്യം തന്നെ നമുക്ക് നോക്കാം, ദ ട്യൂബർക്ലോസിസ് കണ്ടീഷൻ. പഠിക്കാമോ? ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. സോ ഇൻ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നമ്മൾ നോക്കാവുന്ന ടോപ്പിക്ക് ഇൻ ദ കമ്മ്യൂണിക്കബിൾ ദ ഡിസീസസിൽ നിന്ന് ദ ട്യൂബർക്ലോസിനെ കുറിച്ച് പഠിക്കാം. അത് അറിയുമ്പോൾ മുമ്പേ ആദ്യമായി ഒരു കാര്യമുണ്ട്, ദ ട്യൂബർക്ലോസ് എന്ന് പറയുമ്പോൾ അവന് വേറെ പേരുണ്ടോ? ഒന്നും എഴുതണ്ട, കേട്ടിരിക്കുക. വേറെ പേരുണ്ടോ? എന്ത് പേര്? എല്ലാവരും പറയട്ടെ. ഇതിൽ പുതിയ ആൾക്കാരുണ്ടായിരിക്കും, പറയണം. ഒന്ന് കമന്റ് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്തിടുക. എനിക്ക് എല്ലാവരുടെയും പേരറിയാം. ഇന്ന് വന്ന ആളെ പേരറിയാം, എല്ലാവരുടെയും പേരറിയാം. എന്ത് പേരാടെ? ട്യൂബർക്ലോസിന്റെ മറ്റൊരു പേരെന്താ? ദ ട്യൂബർക്ലോസിന്റെ മറ്റൊരു പേരെന്താ? ആ ഡിസീസിന്റെ മറ്റൊരു ചോദ്യം, ഫസ്റ്റ് ചോദ്യം അവിടെ നിന്ന് തന്നെ വരും. എന്ത് പേരാ ഉള്ളത്? ഈസ് ദ കോസ് ഡിസീസ് എന്ന് വിളിക്കുന്നുണ്ടോ? മറക്കരുത്, ഇൻ ദ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദ ട്യൂബർക്ലോസ് ആണെങ്കിൽ അവിടുത്തെ ആദ്യത്തെ ചോദ്യം തന്നെ അതാണ്, എന്താണ് ദ ട്യൂബർക്ലോസിന്റെ മറ്റൊരു പേര്? ദ കോസ് ഡിസീസ് അല്ലേ? ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് ഓർ ആൾസോ കാൾഡ് ആസ് ദ കോസ് ഡിസീസ് എന്ന് വിളിക്കാം. അല്ലാതെ ഈ പറഞ്ഞ കോച്ചിനെ വേറെ വിളിക്കാറുണ്ടോ? ഇത് വേറെ പേരുണ്ടോ? ഇറ്റ്സ് ആൾസോ നോൺ ആസ് ദ പൾമണറി കോച്ച് ഡിസീസ് വിളിക്കാറുണ്ടോ? ഇറ്റ്സ് ആൾസോ നോൺ ആസ് ദ പൾമണറി ദ കോച്ച് ഡിസീസ് എന്ന് കൂടെ വിളിക്കാറുണ്ടോ? സോ ആലോചിക്കണം, ദ ട്യൂബർക്ലോസിന്റെ മറ്റൊരു പേരെന്താ? മറ്റു പേരെന്തൊക്കെയാണ് ചോദിക്കും. ഇത് എന്ത് പേരെന്തൊക്കെയുണ്ട്? ദ കോച്ച് ഡിസീസ് എന്ന് വിളിക്കാറുണ്ട് ഓർ ദ പൾമണറി? ചോദ്യം അവിടെ നിന്നായിരുന്നു കേരള PSC എക്സാം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം. ദ പൾമണറി ദ കോച്ച് ഡിസീസ് അല്ലേ? സോ ദ ട്യൂബർക്ലോസിന് ഒന്നുകിൽ ദ കോച്ച് ഡിസീസ് എന്നോ ഓർ ദ പൾമണറി ദ കോച്ച് ഡിസീസ് എന്നോ വിളിക്കാം. ഫസ്റ്റ് കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? ഫസ്റ്റ് കാര്യം ക്ലിയർ ആയോ? ആദ്യത്തെ ചോദ്യം അവിടെ നിന്ന്, ഈ ഒരു കണ്ടീഷനിൽ നിന്ന് ആദ്യത്തെ ചോദ്യം തന്നെ വരുന്നത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. അത് കിട്ടിയല്ലോ.
ഞാൻ ഓരോ കാര്യം പഠിപ്പിക്കുമ്പോഴും ആ ഒരു ചോദ്യം കൂടെ പറഞ്ഞു പോവുകയാണ്. ആ ഒരു ഇപ്പൊ ഒരു സെന്റൻസ് പറഞ്ഞാലും അവിടുത്തെ കാര്യം പറഞ്ഞു പോവുകയാണ്. സോ ചോദിക്കും ദ ട്യൂബർക്ലോസിന്റെ മറ്റു പേര് എന്തൊക്കെയാ? കോഷ് ഡിസീസ് എന്ന് വിളിക്കും, ഓർ ദ പൾമറി ദ കോഷ് ഡിസീസ് എന്നും പറയാറുണ്ടല്ലേ. എങ്കിൽ പറയുക ട്യൂബർക്ലോസ് ഉണ്ടാക്കുന്ന ബാസിലയുടെ പേരെന്താ? ട്യൂബർക്ലോസിസ് ഉണ്ടാക്കുന്ന ബാസില്ലേ, അത് എന്ത് ബാസില്ല? ആസിഡ് 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 ഫാസ്റ്റ് ബാസില്ലയാണോ? ആസിഡ് ഫാസ്റ്റ് ബാസില്ലയാണോ? ഇസ് എ എഫ് ബി എ എഫ് ബി എ എഫ് ബി എ എഫ് ബി ആണോ? ആലോചിച്ച് നോക്കിയേ. ആസിഡ് ഫാസ്റ്റ് ബാസില്ലയാണോ? ഇസ് എ എഫ് ബി എന്ന് പറയാറുണ്ടല്ലേ. ആസിഡ് ഫാസ്റ്റ് ബാസില്ലയാണ് എങ്കിൽ അവിടെ വീണ്ടും ചോദിക്കും അതാരാ? അത് ഏത് ആസിഡ് ഫാസ്റ്റ് ബാസില്ല? അത് ഏത് ആസിഡ് ഫാസ്റ്റ് ബാസില്ല? ഇത് മൈക്കോബാക്ടീരിയ ആണോ? മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലയാണോ? ദ മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലയാണല്ലേ ചോദ്യം. അടുത്ത ചോദ്യം ഇവിടെ നിന്നായിരിക്കും. സോ നമ്മൾ ആദ്യം പറഞ്ഞു കഴിയുന്ന ട്യൂബർക്ലോസിസ് ഒരു കമ്മ്യൂണിക്കബിൾ ആണോ ഓർ എ നോൺ കമ്മ്യൂണിക്കബിൾ ആണോ? രണ്ടാമത്തെ ചോദ്യം എന്താ? ഈ പറഞ്ഞ ട്യൂബർക്ലോസിന്റെ മറ്റ് പേരെന്തൊക്കെയാ? ആൻഡ് മൂന്നാമത്തെ ചോദ്യം എന്താ? അതിന്റെ കോസേറ്റീവ് ഓർഗാൻസിന്റെ പേര് എന്ത് പേരാ? വളരെ ഷോർട്ടായിട്ട് കമന്റ് ചെയ്താൽ മതി. എന്ത് പേരാ? ദ മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലേ, ദ മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലേ. ഈ ചോദ്യം കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ, കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ട്യൂബർക്ലോസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഈ അഫക്ട് ചെയ്യുന്ന പാർട്ട് അനുസരിച്ചല്ലേ അതിന്റെ ടൈപ്സ് വരുന്നത്. നമ്മൾ ട്യൂബർക്ലോസ് ഒരുപാട് ടൈപ്സ് പഠിക്കാറുണ്ട് അല്ലെ. ടൈപ്സ് ഓഫ് ദ ട്യൂബർക്ലോസ് പഠിക്കുമ്പോൾ അത് അഫക്ട് ചെയ്യുന്ന ഭാഗത്തെ വച്ചല്ലേ പറയുന്നത്, ആണോ അല്ലയോ? ട്യൂബർക്ലോസിസ് അത് അഫക്ട് ചെയ്യുന്ന ഭാഗം വച്ചല്ലേ പറയുന്നത്, അതിന്റെ ടൈപ്സ് പറയുന്നത് ആണ്. എങ്കിൽ എത്ര ടൈപ്സ് ഉണ്ട്? എങ്കിൽ എത്ര ടൈപ്സ് ഓഫ് ദ ട്യൂബർക്ലോസ് ഉണ്ട്? ആർക്ക് പറയാം? ആർക്ക് പറയാം? അക്കോർഡിംഗ് ടു ഏരിയ ഓഫ് ഇൻഫെക്ഷൻ അനുസരിച്ച് എത്ര ടൈപ്സ് ഓഫ് ട്യൂബർക്ലോസ് ഉണ്ട്? നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഏതാ? ഫസ്റ്റ് ടൈപ്പിനെ വിളിക്കുന്ന പേരെന്താ? പൾമണറി ട്യൂബർക്ലോസ് അല്ലേ. ദ ഫസ്റ്റ് ടൈപ്പിനെ വിളിക്കുന്ന പേരെന്താ? എല്ലാവരും ഈ പറഞ്ഞ ഫോൺ റൊട്ടേറ്റ് മോഡ് യൂസ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും ഫോൺ റൊട്ടേറ്റ് മോഡിലാണ് കാണുന്നത്. അങ്ങനെ വെക്കുക. എല്ലാവരും ഫോൺ റൊട്ടേറ്റ് മോഡിലിട്ടെ. എല്ലാവരും ഫോൺ റൊട്ടേറ്റ് മോഡിലും അതിന്റെ ക്യാമറയും ഓഫ് ചെയ്യുക. എല്ലാവരും ഫോൺ റൊട്ടേറ്റ് മോഡിൽ ചരിച്ചു പിടിച്ച് കാണടേ. അത് ക്യാമറ ഓഫ് ചെയ്തേ. ക്യാമറ ആദ്യമായിട്ട് അറ്റൻഡ് പറയുന്നത്. ക്യാമറ ഓഫ് ചെയ്ത് ഫോൺ റൊട്ടേറ്റ് മോഡിൽ ഇടുക. സോ ഈ പറഞ്ഞ ട്യൂബർക്ലോസ് അത് അഫക്ട് ചെയ്ത ഏരിയ അനുസരിച്ച് പ്രധാനമായിട്ട് എത്ര ടൈപ്പ് ഉണ്ട്? എത്ര ടൈപ്പ് ഉണ്ട്? ഒന്നാണോ രണ്ടാണോ? ഒന്നാണോ രണ്ടാണോ? അറിയാം. ഒന്നാണോ രണ്ടാണോ? അഫക്ട് ചെയ്ത ഏരിയ അനുസരിച്ച് ട്യൂബർക്ലോസിസ് എത്ര ടൈപ്സ് ഉണ്ട്? ഒന്നാണോ രണ്ടാണോ? രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ. ഏതാ പേര്? ഏതൊക്കെയാ പേര്? ഏത് പേരാ? ദ പൾമറിയും ആൻഡ് എക്സ്ട്രാ പൾമറിയും അല്ലേ. രണ്ട് ടൈപ്പിന് പേരറിയാം. ദ ട്യൂബർക്ലോസിസ് അത് അഫക്ട് ചെയ്യുന്ന ഏരിയ അനുസരിച്ച് ഒന്നാമത്തെ ടൈപ്പ് ഏതാ? ദ പൾമറി ഉണ്ട്. രണ്ടാമത്തെ പേര് എക്സ്ട്രാ പൾമണറി ഉണ്ടല്ലേ. ആണോ? രണ്ട് ടൈപ്പ് ഇല്ലേ? ക്യാമറ ഓഫ് ചെയ്തേ. ക്യാമറ ഓഫ് ചെയ്ത് എല്ലാവരും ഓഫ് ചെയ്ത. യെസ്. സോ അതിലോട്ട് വരുമ്പോൾ ദ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത പൾമറി എന്ന് പറഞ്ഞ എന്താ? അതിലോട്ട് വരുമ്പോൾ ദ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത പൾമറി ദ ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും? ആരെ അഫക്ട് ചെയ്യും? പൾമറി എന്ന് പറയുമ്പോൾ ആരെ അഫക്ട് ചെയ്യും? ആരെയാണ് അഫക്ട് ചെയ്യുന്നത്? ഇത് ലങ്സിനെയാണോ? ലങ്സിനെയാണോ? മറക്കരുത്, പൾമറി ട്യൂബർക്ലോസിസ് എന്ന് പറയുമ്പോൾ അഫക്ട് ചെയ്യുന്ന ആരെയാ? ലങ്സിനെയാണല്ലേ. ലങ്സിനെയാണ്. ആൻഡ് എക്സ്ട്രാ പൾമറി എന്ന് പറയുമ്പോഴോ? ആൻഡ് എക്സ്ട്രാ പൾമറി ട്യൂബർക്ലോസിസ് എന്ന് പറയുമ്പോൾ ആരെ അഫക്ട് ചെയ്യും? ആരൊക്കെ അഫക്ട് ചെയ്യാറുണ്ട്? ആരെ അഫക്ട് ചെയ്യും? ഇത് ലങ്സ് കഴിഞ്ഞാൽ ആരെ അഫക്ട് ചെയ്യൂടെ?
ഇത് ലങ്സ് കഴിഞ്ഞാൽ ആരെയൊക്കെ അഫക്ട് ചെയ്യാം? ഇൻഡസ്ട്രിയിൽ അഫക്ട് ചെയ്യാം. ഇവിടെ അഫക്ട് ചെയ്യാം. ഇപ്പൊ ഇൻഡസ്ട്രി അഫക്ട് ചെയ്യാം. ഇൻഡസ്ട്രി ആലോചിച്ച് നോക്കിയേ. ഇത് പഠിക്കാതെ പോകുന്ന ആൾക്കാർക്ക് ആലോചിക്കും. ഈ പറഞ്ഞ ട്യൂബർ ക്ലോസസ് എന്ന് പറയുമ്പോൾ അത് ഇൻഡസ്ട്രിയിൽ അഫക്ട് ചെയ്ത് ആലോചിക്കും. ഇത് പഠിക്കാതെ പോകുന്ന ഒരാളാണെങ്കിൽ ആലോചിക്കും. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന ഫസ്റ്റ് കാര്യം ഈ പറഞ്ഞ ഇന്ത ലങ്സ് മാത്രമല്ലേ? എപ്പോഴും മനസ്സിൽ ഓടി വരുന്ന ഒരു പേര് ഇന്ത ലങ്സ് മാത്രമല്ലേ? അല്ലെ, ട്യൂബർ ക്ലോസസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും ഓടി വരുന്ന കാര്യം ഇന്ത ലങ്സ് മാത്രമാണ്. പക്ഷെ ലങ്സ് മാത്രമാണല്ലോ? ആണോ? അല്ല. എക്സ്ട്രാ പൾമറി ട്യൂബർ ക്ലോസ് എന്ന് പറയുമ്പോൾ ആരെയൊക്കെ അഫക്ട് ചെയ്യാം? ഇൻഡസ്റ്റൈനെ അഫക്ട് ചെയ്യാം, ആൻഡ് ദ മെനിഞ്ചസിനെ അഫക്ട് ചെയ്യാം, ആൻഡ് ദ ബോണിനെ അഫക്ട് ചെയ്യാവും, ആൻഡ് ദ ബോൺ ആൻഡ് ദ ജോയിന്റ്സ് ആൻഡ് ദ ലിം ഗ്ലാൻഡ്സ് ആൻഡ് സ്കിന്നിനെ വരെ അഫക്ട് ചെയ്യൂടെ? സ്കിന്നിനെ വരെ അഫക്ട് ചെയ്യോ? അഫക്ട് ചെയ്യോ? അഫക്ട് ചെയ്യോ? അഫക്ട് ചെയ്യുമോ? ചെയ്യും. ആലോചിക്കുക. ഈ പറഞ്ഞ ഇന്ത ലങ്സ് കഴിഞ്ഞാൽ ഒരു ചോദ്യം കൂടെ പ്രതീക്ഷിക്കുക. ഇന്ത ലങ്സ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്യൂബർ ക്ലോസസ് അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത പാർട്ട് ഏതാ? ചോദ്യം അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇന്ത ലങ്സ് കഴിഞ്ഞാൽ ട്യൂബർ ക്ലോസസ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് പാർട്ട് ഏതാ? ഇൻഡസ്റ്റൈനും ആൻഡ് ദ മെനിഞ്ചസും. ഒരിക്കലും മറക്കരുത്. ഇന്ത ലങ്സ് കഴിഞ്ഞാൽ ട്യൂബർ ക്ലോസസ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന പാർട്ട് ചോദിച്ചാൽ ഇൻഡസ്റ്റൈനും അഫക്ട് ചെയ്യാറുണ്ട്, ഓർ ദ മെനിഞ്ചസിനെയും കൂടെ അഫക്ട് ചെയ്യാറുണ്ട്. ശരിയല്ലേ? സ്പൈനൽ ടി ബി കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്പൈനൽ ടി ബി എന്ന് സ്പൈനൽ ട്യൂബർ ക്ലോസ് കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ സ്പൈനൽ ടി ബി വരുന്നതുകൊണ്ടല്ലേ അത് പതിയെ ഇന്ത ബോണിനെയും ആൻഡ് ദ ജോയിന്റ്സിനെയും എല്ലാം അഫക്ട് ചെയ്യുന്നത്. സ്പൈനൽ ടി ബി വന്ന ശേഷമല്ലേ അത് പതിയെ ഇന്ത ബോണിനെയും ആൻഡ് ദ ജോയിന്റ്സിനെയും എല്ലാം അഫക്ട് ചെയ്യുന്നത്, ആൻഡ് ദ ലിം ഗ്ലാൻഡ്. വന്നോടെ. സോ അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൈപ്സ് അല്ലെ? അക്കോർഡിംഗ് ടു ദ ഏരിയ അനുസരിച്ച് പ്രധാനമായിട്ടും 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? അക്കോർഡിംഗ് ടു ദ ഏരിയ ഓഫ് ഇൻഫെക്ഷൻ അനുസരിച്ച് 2 ടൈപ്പ്. ഏതൊക്കെയാണ്? പൾമറി ടി ബിയും ആൻഡ് എക്സ്ട്രാ പൾമറി ടി ബിയുമാണ് പ്രധാനമായിട്ട് 2 ടൈപ്പ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ ഇൻഡസ്റ്റൈൻ അഫക്ട് ചെയ്ത ഏത് ടൈപ്പാ? അത് ഇൻഡസ്റ്റൈൻ അഫക്ട് ചെയ്ത ഏത് ടൈപ്പാ? ഷോർട്ട് ഫോം ചോദിക്കും. ഇൻഡസ്റ്റൈൻ അഫക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ദി ടി ബി എക്സ്ട്രാ. ആൻഡ് ദ ലങ്സിനെ അഫക്ട് ചെയ്യുന്നതാരാ? ലങ്സിനെ പൾമറി ടി ബി അല്ലെ? ആൻഡ് ദ ലിം ഗ്ലാൻഡ്സിനെ അഫക്ട് ചെയ്യുന്നതാരാ? സ്കിന്നിനെ അഫക്ട് ചെയ്യുന്നതാരാ? ആൻഡ് ദ ജോയിന്റ്സിനെ അഫക്ട് ചെയ്യുന്നതാരാ? ആൻഡ് ദ ബോൺസിനെ അഫക്ട് ചെയ്യുന്നതാരാ? ആൻഡ് ദ മെനിഞ്ചസിനെ അഫക്ട് ചെയ്യുന്നതാരാ? ഇൻഡസ്റ്റൈൻ അഫക്ട് ചെയ്യുന്നതാരാ? ചോദ്യം ഇവിടെ നിന്നും വരും. താഴെ പറയുന്നവയിൽ ഇൻഡസ്റ്റൈൻ അഫക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ദ ടി ബി ആരാ? ഈ ചോദ്യം കണ്ടിട്ടുണ്ടോ? എയിംസിൽ ചോദിച്ച ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. താഴെ പറയുന്നതിൽ ഇൻഡസ്റ്റൈൻ അഫക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ദ ടി ബി ഏതാ? ആരായിരിക്കും? എക്സ്ട്രാ പൾമറി. ഇതുവരെ ക്ലിയർ ആയോ? സിമ്പിൾ ആണോ പഠിക്കാൻ? സിമ്പിൾ അല്ലേ? ആണോ? എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ലാതെ പിന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഗവൺമെന്റ് ജോലി സ്റ്റാഫ് നഴ്സ് നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ലാതെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സർക്കാർ ജോലി ചെയ്ത സ്റ്റാഫ് നഴ്സ് ഒന്നും നോക്കിയിട്ടുണ്ടോ? നോക്കി നിന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ലാതെ വേറൊരു സർക്കാർ ജോലി ചെയ്യുന്ന വളരെ പ്രായം കുറഞ്ഞതായിട്ട് എങ്ങനെ ആയിക്കോട്ടെ ഒരു സർക്കാർ സ്റ്റാഫ് നഴ്സിനെ നോക്കി നിന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്.
ഉണ്ട്, നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടേ ഉള്ളൂ. ആലോചിക്കും, ഇനി എന്നാണ് സാർ ഞാൻ, അല്ലേ? ഇനി സാറിനല്ലേ ദൈവമേ ഇനി എന്നാണ് ഞാൻ, അല്ലേ? അങ്ങനെയല്ലേ ഈ പറഞ്ഞ എന്ത് ദൈവമേ ഇനി എന്നാണ് ഞാൻ? അറിയാൻ തോന്നിട്ടുണ്ടോ? എന്നാണ് ഞാനും പഠിച്ച് പാസ്സായി ഇറങ്ങി ഇത്രയും വർഷമായി, കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, ഇതുവരെയും ജോലി കിട്ടിയില്ല. ഉണ്ടായിട്ടോ? അനുഭവമുണ്ടോ? കറക്റ്റ് അല്ലേ? ശരി, കറക്റ്റ് അല്ലേ? ഞാനും പഠിച്ച് പാസ്സായി ഇറങ്ങി കുറെ വർഷമായി ഇതിനെ പിറകെ നടന്നിട്ട് ഇനി എന്നാണ് സാർ ഞാൻ, സാറിനല്ല, എന്നാണ് ദൈവമേ, അല്ലേ? എന്നാണ് ദൈവമേ ഞാൻ? കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ആര് മാറണം? അപ്പൊ ആര് മാറണം? ആര് മാറണം? നിങ്ങൾ മാറണം. നിങ്ങളുടെ പഠന രീതി മാറണം. ഇതുവരെ പഠിച്ച രീതി പഠിക്കാൻ പാടില്ല. ഇതുവരെ പഠിച്ച രീതിയിൽ പഠിക്കാൻ പാടില്ല. ഇൻ ദ തിയറിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇൻ ദ തിയറിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആദ്യമേ കൊടുത്ത് പഠിക്കണം. കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞ ID കാർഡ് കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ പറഞ്ഞ ID കാർഡ് കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛനടുത്തും അമ്മയടുത്തും കാണിക്കുമ്പോൾ പറയുന്ന സന്തോഷം അനുഭവിച്ചറിയുക. ഓക്കെ, ഇനി അറിയേണ്ട കാര്യം ദ ട്യൂബർക്ലോസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാ, എങ്ങനെയായിരിക്കും, എങ്ങനെ സ്പ്രെഡ് ആവും? ഈ പറഞ്ഞ ദ ട്യൂബർക്ലോസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാ? ഡ്രോപ്ലെറ്റ് ആണോ? ഡ്രോപ്ലെറ്റ് ആണോ? ഡ്രോപ്ലെറ്റ് ആണോ? പറയുക. ട്യൂബർക്ലോസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ് ആണോ? ആണ്. ആൻഡ് ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മിക്കാൻ ഒരു കാര്യമുണ്ട്. ട്യൂബർക്ലോസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അത് ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓർമ്മിക്കാൻ ഒരു കാര്യമുണ്ട്. ആർക്ക് പറയാം? സ്പൂട്ടം സ്പൂട്ടം പോസിറ്റീവ് ആൾക്കാർക്ക് മാത്രമല്ല ഡ്രോപ്ലെറ്റ് ആവുന്നത്. സ്പൂട്ടം പോസിറ്റീവ് ആയ പേഷ്യൻസിലല്ലേ ഇത് പോസിറ്റീവ് ഓർ ദ ഡ്രോപ്ലെറ്റ് പറയുക. സ്പൂട്ടം പോസിറ്റീവ് പേഷ്യന്റ് അല്ലേ അതിൽ ഡ്രോപ്ലെറ്റ് ആവുന്നത്? അല്ലേ 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 അല്ലേ? ആലോചിച്ച് നോക്കിയേ. സ്പ്യൂട്ടം അത് പോസിറ്റീവ് പേഷ്യന്റിൽ നിന്ന് എടുത്താൽ മാത്രമല്ല ഡ്രോപ്ലെറ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പൂട്ട് നല്ല ഫ്രഷ് സ്പൂട്ട് ആണെങ്കിലോ, സ്പ്യൂട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിലോ അത് ഏത് TB ആയിരിക്കും? ചോദ്യം അവിടെയും ഉണ്ട്. സ്പ്യൂട്ടം എടുത്ത് നല്ല ഫ്രഷ് ആണ്, സ്പ്യൂട്ടം ഫ്രഷ് ആകണമെങ്കിൽ, അത് പോസിറ്റീവ് ആകണമെങ്കിൽ അതേ TB ആയിരിക്കും. പൾമറി ആണോ എക്സ്ട്രാ പൾമറി ആണോ? നല്ല ഫ്രഷ് സ്പൂട്ടം ആകണം. സ്പൂട്ടം പോസിറ്റീവ് ആണെങ്കിൽ നല്ല ഫ്രഷ് ആണ്. സ്പ്യൂട്ടം പോസിറ്റീവ് ആകണമെങ്കിൽ അത് പൾമറി TB ആണോ ഓർ എക്സ്ട്രാ പൾമറി ആണോ? നമ്മൾ എടുക്കുന്ന സ്പൂട്ടം ഫ്രഷ് ആണ്. ആ സ്പൂട്ടം പോസിറ്റീവ് ആകണമെങ്കിൽ അത് പൾമറി TB ആണോ ഓർ എക്സ്ട്രാ പൾമറി TB ആണോ? ആലോചിച്ച് നോക്കി, ഏതായിരിക്കും? അത് പോസിറ്റീവ് ആണെങ്കിൽ, സ്പ്യൂട്ടം പോസിറ്റീവ് ആണെങ്കിൽ ആലോചിച്ച് പറയുക. ആലോചിച്ച് പറയുക. ആലോചിച്ച് പറയുക. എല്ലാരും പറയണം, എല്ലാരും പറയണം. സ്പ്യൂട്ടം പോസിറ്റീവ് ആണെങ്കിൽ അതേ TB ആയിരിക്കും. ഇത് പൾമറി അല്ലേ? സ്പ്യൂട്ടം പോസിറ്റീവ് ആണെങ്കിൽ അതേ TB ആയിരിക്കും. പൾമറി അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞു, ഈസ് അഫക്റ്റഡ് പാർട്ട് ഇൻ ദ ലങ്സ് ആണെങ്കിൽ അതേ TB യാ. അഫക്റ്റഡ് പാർട്ട് ഇൻ ദ ലങ്സ് ആകണമെങ്കിൽ എന്ത് TB ആയിരിക്കും? പൾമറി അല്ലേ? സോ ദ സ്പ്യൂട്ടം പോസിറ്റീവ് ആകണമെങ്കിൽ അതെന്ത് TB ആയിരിക്കും? സ്പ്യൂട്ടം പോസിറ്റീവ് ആകണമെങ്കിൽ അത് എന്ത് TB ആയിരിക്കും? പൾമറി TB ആയിരിക്കണ്ടേ? അത് ആലോചിച്ചാൽ പോരെ. നമ്മൾ ആദ്യം ഇതിന്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അഫക്റ്റഡ് പാർട്ട് ഇൻ ദ ലങ്സ് ആകണമെങ്കിൽ അത് പൾമറി TB. അപ്പോൾ സ്പ്യൂട്ടം പോസിറ്റീവ് ആണെങ്കിൽ അതെന്ത് TB ആയിരിക്കും? പറഞ്ഞു.
ആദ്യം എല്ലാം തെറ്റായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. പറയുക സ്പ്യൂട്ടം പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ടി ബി ആയിരിക്കണം? ദ പൾമറി ടി ബി അല്ലേ? ദ പൾമറി ടി ബി. ആൻഡ് എക്സ്ട്രാ പൾമറി ആണെങ്കിൽ അതിന് ട്രാൻസ്മിഷൻ വളരെ കുറവല്ലേ? ശരിയല്ലേ? ഈ പറഞ്ഞ എക്സ്ട്രാ പൾമറി ടി ബി ആണെങ്കിൽ അതിന് ട്രാൻസ്മിഷൻ വളരെ കുറവാണോ? കുറവായിരിക്കും അല്ലെ? അതിന്റെ ഈ പറഞ്ഞ ട്രാൻസ്മിഷൻ ചാൻസ് വളരെ കുറവായിരിക്കും. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് സ്പ്യൂട്ടത്തിൽ ആരുണ്ട്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പ്യൂട്ടത്തിലുള്ള ആരാണ്? AFB അല്ലേ? ആസിഡ് ഫാസ്റ്റ് ബാസിലെ ഉള്ളല്ലേ? സ്പ്യൂട്ടത്തിൽ ആരുണ്ട്? ആസിഡ് ഫാസ്റ്റ് ബാസിലെ ഇല്ലേ? ഉണ്ടോ? ആ പറഞ്ഞ ആസിഡ് ഫാസ്റ്റ് ബാസിലല്ലേ ഈ പറഞ്ഞ TB ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ആ പറഞ്ഞ ആസിഡ് ഫാസ്റ്റ് ബാസിലല്ലേ TB ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഓർ ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ്ട്രാ പൾമറി ആണെങ്കിൽ ആ പറഞ്ഞ ട്രാൻസ്മിഷൻ എഫക്ട് കുറവല്ലേ? അപ്പൊ ഈ എക്സ്ട്രാ പൾമറി ആണെങ്കിൽ ആ പറഞ്ഞ ട്രാൻസ്മിഷൻ കുറവാണല്ലോ. ട്രാൻസ്മിഷന്റെ അതിന് പറയുന്ന പേരുണ്ട്, ദ ഹസാർഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ അല്ലേ? അപ്പൊ അതിന് പറഞ്ഞ പേരല്ലേ ദ ഹസാർഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ എന്ന് പറയാറുണ്ടോ? ഇനി അറിയേണ്ട കാര്യം, എല്ലാവരും ഈ പറഞ്ഞ ദ ഡ്രോപ്ലെറ്റ് മാത്രം പറയും. പക്ഷെ ദ ഡ്രോപ്ലെറ്റ് മാത്രമേ ഉള്ളൂ. എല്ലാവരും എപ്പോഴും പറയുന്ന ദ ഡ്രോപ്ലെറ്റ് മാത്രമേ പറയാം. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. ഡ്രോപ്ലെറ്റ് മാത്രമേ ഉള്ളൂ. അല്ല, ഡ്രോപ്ലെറ്റ് മാത്രമല്ല, ഈ പറയുന്ന ഇൻഫെക്ഷൻ വേറെ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം? വേറെ എങ്ങനെയൊക്കെ ട്രാൻസ്മിഷൻ നടക്കാം? ഇതിന്റെ എയർ വഴി. ശരിക്കും പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് ഡസ്റ്റ് വഴി പോവാമോ? ഇൻഫെക്റ്റഡ് ഡസ്റ്റ് പോവാമോ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡസ്റ്റ് വഴി പോവാമോ? പോകാം. അങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞ പേരുണ്ട്, ഇതിന്റെ ഫോർമേറ്റ് വഴി പോവാമോ? നിങ്ങൾ പറഞ്ഞ പേരല്ലേ ഫോർമേറ്റ് ട്രാൻസ്മിഷൻ. ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഫോർമേറ്റ് ട്രാൻസ്മിഷനെ പറ്റി ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു തന്നു ഫോർമേറ്റ് എന്താണെന്ന്. ഓർമ്മയുണ്ടോടെ? മറക്കരുത്. അപ്പൊ ഇതിന്റെ ഡസ്റ്റ് വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പോ സ്പ്യൂട്ടം പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം? ഇത് പൾമറി ആയിരിക്കണ്ടേ? സ്പ്യൂട്ടം പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും പൾമറി ആയിരിക്കണം. അത് ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? ഇൻക്യുബേഷൻ പീരീഡ് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയാണ് ഇൻക്യുബേഷൻ പീരീഡ്? ഒന്നുകിൽ കുറച്ച് ആഴ്ചകളാവാം, അല്ലെങ്കിൽ കുറെ മാസങ്ങളാവാം, അല്ലെങ്കിൽ ഇത് വർഷങ്ങളായിക്കൂടെ? ഒന്നുകിൽ കുറച്ച് ആഴ്ചകളാവാം, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളാകാം, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ വരെ ആകല്ലേ? എങ്കിൽ ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്യൂബർക്കുലർ ടെസ്റ്റ് ഇടുന്നുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും പോസിറ്റീവ് ട്യൂബർക്കുലർ ടെസ്റ്റ് ഉണ്ടോ? പറയണം. കേട്ടിട്ടുണ്ടോ? പോസിറ്റീവ് ട്യൂബർക്കുലർ ടെസ്റ്റ് അതെപ്പോ പോസിറ്റീവ്? അവിടെ ഒരു ചോദ്യമുണ്ട്, അത് എപ്പോ പോസിറ്റീവ്? ഈ പറഞ്ഞ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞപ്പോ പോസിറ്റീവ്? ഈ വന്ന ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞപ്പോ പോസിറ്റീവ്? ചോദ്യം അവിടെ ഉണ്ട്. ഈ പറഞ്ഞ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് അത് എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്? ഫസ്റ്റ് ചോദിക്കും. ഈ പറഞ്ഞ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് എപ്പോ പോസിറ്റീവ് ആകും? ഫസ്റ്റ് 3 to 6 വീക്ക് അല്ലേ? ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് വെറും 3 മുതൽ 6 വീക്കിനകത്ത്, ഈ പറഞ്ഞ ഇൻഫെക്ഷൻ അകത്ത് വന്നു കഴിഞ്ഞ് ജസ്റ്റ് 3 മുതൽ 6 വീക്കിനകത്ത് ട്യൂബർക്കുലോസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലേ? മറക്കരുത്. ഇൻഫെക്ഷൻ വന്ന് ഫസ്റ്റ് 3 മുതൽ 6 വീക്കിനകത്ത് ഈ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? ശരിയാണ്. എങ്കിൽ ചോദിക്കാം, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ട്യൂബർക്ലോസ് എങ്ങനെയൊക്കെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാം? എങ്ങനെ ഡയഗ്നോസ് ചെയ്യും?
അറിയാമല്ലോ. ഫുഡ് ആൻഡ് കൾച്ചർ. ആരെങ്കിലും ട്യൂബർക്കിൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ട്യൂബർക്കിൾ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആരാ കണ്ടുപിടിച്ചത്? ആരാ ഇൻവെന്റ് ചെയ്താരാ? ആരാ ഇൻവെന്റ് ബൈ ആരാ? ആ ചോദ്യം കണ്ടിട്ടുണ്ട്. ആ ചോദ്യം കേരള പി സി പ്രീവിയസ് ചോദ്യമായിരുന്നു. അത് കണ്ടുപിടിച്ച വർഷവും ആളുടെ പേരും. അത് കണ്ടുപിടിച്ച വർഷവും ആളുടെ പേരും. ഇസ് ഓൺ പെർക്വറ്റ് ആണോ? ഇസ് ഓൺ പെർക്വറ്റ് ആണോ? ആണോ? ഇസ് ഓൺ പെർക്വറ്റ്. ഈ ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. ചോദ്യം കേരള പി സി എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരാണ് ട്യൂബർക്കിൾ ടെസ്റ്റ് കണ്ടുപിടിച്ചത്? ആരായിരിക്കും? ഇസ് ഓൺ പെർക്വറ്റ് അല്ലേ? വർഷം 1907 അല്ലേ? 1907 ട്യൂബർക്കിൾ ടെസ്റ്റ് കണ്ടുപിടിച്ചത്. ആളുടെ പേര് ചോദിച്ചാൽ ഇസ് ഓൺ പെർക്വറ്റ്. 1907 പറഞ്ഞപ്പോൾ ചോദ്യം. 1908 പ്രത്യേകം എന്താ? 1908 പ്രത്യേകം എന്താ? 8 പ്രത്യേകത 8 വർഷം. 1908 പ്രത്യേകം എന്താ? 8 എവിടെയോ എന്തോ പ്രത്യേകം ഉണ്ട്. ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ വന്ന വർഷം. ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ വന്ന വർഷം. 908. 900 ഓർമ്മയുണ്ടോ? വർഷങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. 1908. സോ അതിന് ഒരു വർഷം മുമ്പ് എന്ത് കണ്ടുപിടിച്ചു? അതിന് ഒരു വർഷം മുമ്പേ ആലോചിക്കുക. ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ കണ്ടുപിടിക്കുന്ന മുമ്പേ ഒരു വർഷം മുമ്പേ എന്ത് കണ്ടുപിടിച്ചു? ട്യൂബർക്കുലോൺ ടെസ്റ്റ് കണ്ടുപിടിച്ചു. മറക്കോ ചോദിക്കും. 1908 തൊട്ട് മുൻപേ തന്നെ 1907 ട്യൂബർക്കുലോൺ ടെസ്റ്റ് കണ്ടുപിടിച്ചു. ആരാ കണ്ടുപിടിച്ചത്? വീണ്ടും ചോദിക്കുന്നു, ആരാ കണ്ടുപിടിച്ചത്? ഇറ്റ്സ് ഇൻവെന്റഡ് ബൈ ദ ഓൺ പെർക്വറ്റ്. ഓൺ പെർക്വറ്റ് അല്ലേ? അല്ലേ? ആണോ? അവിടെ ചോദ്യമുണ്ട്. ട്യൂബർക്കിളിന്റെ ടെസ്റ്റ് കണ്ടുപിടിച്ച ആളുടെ പേരല്ലേ ഇത്? ട്യൂബർക്കിളിന്റെ ടെസ്റ്റ് കണ്ടുപിടിച്ച ആളുടെ പേരിൽ ഇസ് ഓൺ പെർക്വറ്റ്. അപ്പോൾ ആരാ ട്യൂബർക്ലോസിന്റെ ബാക്ടീരിയ കണ്ടുപിടിച്ചാരാ? ആരാ ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയ കണ്ടുപിടിച്ചത്? ആരാ? റോബർട്ട് കോച്ച് അല്ലേ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ചോദ്യം വരും. ട്യൂബർക്ലോസ് എന്ന ബാക്ടീരിയ കണ്ടുപിടിച്ച ആളുടെ പേര് റോബർട്ട് കോച്ച് അല്ലേ? റോബർട്ട് കോച്ചാണ് ട്യൂബർക്ലോസ് എന്ന ബാക്ടീരിയ കണ്ടുപിടിച്ചാരാ? റോബർട്ട് കോച്ചാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ വായിക്കുമല്ലോ, ചോദ്യം വായിക്കണം. അതേസമയം ട്യൂബർക്ലോസ് ടെസ്റ്റ് ആണെങ്കിലോ, അതേസമയം ട്യൂബർക്ലോസിന്റെ ടെസ്റ്റ് ആണെങ്കിൽ ആരാ? ഇസ് ഓൺ പെർക്വറ്റ് അല്ലേ? ഓൺ പെർക്വറ്റ് അല്ലേ? ഇതേ പേരിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? പെർക്വറ്റ് മാറ്റിയിട്ട് ഇസ് ഓൺ വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടല്ല. നിങ്ങൾ വേറെ എവിടെയും പഠിക്കും. ഇസ് ഓൺ വരുന്ന വേറെ ആരെങ്കിലും പേരുണ്ടോ? ആലോചിച്ച് പറയുക. ഇസ് ഓൺ വരുന്ന വേറെ ഏതെങ്കിലും പേരുണ്ടോ? എല്ലാം പറയും. ഇസ് ഓൺ ആരാന്ന് പറഞ്ഞേ? ആർക്കറിയാമോ? ഇസ് ഓൺ വിൽ ബ്രാൻഡ്. അതാരാ? അതാരാ? ആരാ അത്? ആരാ? ആരാ? പഠിക്കും. ഞങ്ങോട്ട് പഠിക്കും. ആരാണ് അത്? ആലോചിച്ച് പറയുക. അത് ക്വസ്റ്റ്യൻ കിടക്കട്ടെ, ആലോചിച്ച് പറയുക. കേട്ടിട്ടുണ്ട്. എന്ത് ക്ലോട്ടിംഗ് ഫാക്ടർ ആണോ? അത് ഇന്ത ക്ലോട്ടിംഗ് ഫാക്ടറിൽ വരുന്നതാണോ? എന്റെ ക്ലോട്ടൈം ഫാക്ടറിൽ വരുന്നതാണോ? ഓർമ്മയുണ്ടല്ലേ? ഓർമ്മ പഠിക്കും, അതൊക്കെ പഠിക്കും. എന്റെ ക്രിസ്മസ് ഡിസീസ് അതെയാണോ? എന്റെ ക്രിസ്മസ് ഡിസീസ് ഒക്കെ വരുന്നതാണോ? ആണ്. പഠിക്കും, പേരെ പഠിക്കും കേട്ടോ, പേരെ സെപ്പറേറ്റ് പഠിക്കും. സോ ചോദിക്കും, ബാക്ടീരിയ ആണെങ്കിൽ ആരാ? റോബർട്ട് കോച്ച് അല്ലേ? ആൻഡ് ടെസ്റ്റ് ആണെങ്കിൽ ആരാ? ആൻഡ് ടെസ്റ്റ് ആണെങ്കിൽ ആരാ? ആരാ എന്റെ ടെസ്റ്റ് കണ്ടുപിടിച്ച പേര്? ഇസ് ഓൺ പെർക്വറ്റ്. മറക്കോ ഈ ചോദ്യം? ഇത് പഠിക്കാതെ പോകുന്ന ഒരാളാണെങ്കിൽ അത് തെറ്റിക്കത്തില്ലേ?
ഈ ചോദ്യം പഠിക്കാതെ പോകുന്നതാണെങ്കിൽ ട്യൂബർക്ലോസ് വാക്ക് കേൾക്കുമ്പോഴേ എഴുതി വെക്കും, റോബർട്ട് കോച്ച് എഴുതി വെക്കും. പക്ഷെ ആ ക്വസ്റ്റിന് ബാക്കി എന്താ, ടെസ്റ്റ് എന്നൂടെ വായിക്കണം. ട്യൂബർക്ലോസ് ടെസ്റ്റ് ആരാ കണ്ടുപിടിച്ചത്? ട്യൂബർക്ലോസ് ടെസ്റ്റ് ആരാ കണ്ടുപിടിച്ചത്? ഇത് ഓൺ പെർക്യൂട്ട് വർഷം 907. ശരിക്കും ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവരും മാൻഡോക്സ് ആദ്യം പറഞ്ഞു, ശരിയല്ലേ? ഞാൻ ചോദിച്ചപ്പോൾ അത് ഏത് ടെസ്റ്റും ചോദിച്ചപ്പോൾ പലരും മാൻഡോക്സ് എന്ന് പറഞ്ഞു. ഇത് ഒരു ടെസ്റ്റ് ചേർന്നാണോ ട്യൂബർക്കുലർ ടെസ്റ്റ് ഉണ്ടാവുന്നത്? അത് 1, 2, 3 ടെസ്റ്റ് ചേർന്നാണോ? ചോദ്യം വരും. ട്യൂബർക്കുലർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ടെസ്റ്റ് ആണോ 3 ടെസ്റ്റ് ആണോ? ഒരു ടെസ്റ്റ് ആണോ 3 ടെസ്റ്റ് ആണോ? ആലോചിച്ച് പറയുക. ട്യൂബർക്കുലർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് ആണോ 3 ടെസ്റ്റ് ആണോ? ഒരു മൊത്തം 3 ടെസ്റ്റുകൾ ചേർന്നല്ലേ. മറക്കരുത്, എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ ഉറപ്പിക്കണം. ട്യൂബർക്കുലർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നല്ല, അത് 3 ടെസ്റ്റുകൾ ചേർന്നാണ് ട്യൂബർക്കുലർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ടെസ്റ്റാ? ഫസ്റ്റ് മാൻഡോക്സ് ഉണ്ടല്ലേ. മാൻഡോക്സ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ഏതാ? മാൻഡോക്സ് ടൈപ്പ് ഓഫ് ട്യൂബർക്കുലർ ആണ്. ആൻഡ് സെക്കൻഡ് ഏതാ? അല്ലെങ്കിൽ ഹീഫ് ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും അതുപോലെ വരുന്ന പേരാണ് ഹീഫ് ടെസ്റ്റ്. കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. യെസ് ഓർ നോ? അതുകൊണ്ട് കേൾക്കാൻ കാരണം എന്തറിയാമോ? ഇത് കേൾക്കാത്ത കാരണം കൂടെ പറഞ്ഞു കേട്ടെ. ഈ ടെസ്റ്റ് ഇപ്പൊ ഇല്ല. ഇപ്പോൾ ഇല്ല. ഹീഫ് ടെസ്റ്റും ആൻഡ് തേർഡ് ഒന്നായ മൾട്ടിപ്പിൾ പഞ്ചർ ടെസ്റ്റും ഇപ്പോൾ അവർ രണ്ടുപേരും ഇല്ല. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ആര് മാത്രമാണ്? ഇപ്പോൾ നമ്മൾ കറന്റ് യൂസ് ചെയ്ത ആരും മാത്രമാണ്? മാൻഡോക്സ് മാത്രമല്ലേ? നമ്മൾ കറന്റ് യൂസ് ചെയ്ത ആരും മാത്രമാണ്? മാൻഡോക്സ് മാത്രമാണ് ഇപ്പൊ യൂസ് ചെയ്യല്ലേ. ശരിയല്ലേ? അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ താഴെ പറഞ്ഞ ആരൊക്കെ ഇപ്പൊ ഇല്ല? ആരൊക്കെ ഇപ്പൊ ഇല്ല? പങ്ക്ചർ ടെസ്റ്റും ഇല്ല, ആൻഡ് ഹീഫ് ടെസ്റ്റും ഇല്ല അല്ലേ? മറക്കരുത്. താഴെ പറഞ്ഞ ആരൊക്കെ ഇപ്പോ ഇല്ല? പങ്ക്ചർ ടെസ്റ്റും ഇല്ല, ആൻഡ് ഹീഫ് ടെസ്റ്റും ഇപ്പോൾ ഇല്ല. ഇസ് എ ക്ലിയർ? ഇത്ര ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ? എല്ലാവർക്കും ഈ രണ്ടാണ് ഇപ്പൊ ഇല്ല. ഇനി മാൻഡോക്സ് നമ്മൾ ഇന്ന് നോക്കാറുണ്ട്. മാൻഡോക്സ് നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യമുണ്ട്. മാൻഡോക്സ് നമ്മൾ നോക്കുന്നത് അത് ഏത് ഡെറിവേറ്റീവ് ആണ്? എല്ലാരും പറഞ്ഞ വാക്കുണ്ട്, PPD എന്ന് പറയാറുണ്ട്. എല്ലാവരും എപ്പോഴും ഒരു വാക്ക് പറയാറുണ്ട്, PPD എന്ന് പറയാറുണ്ട്. എന്താ PPD? എന്താ? പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ആണോ? അല്ലേ? ശരിയാണോ? ചോദ്യം പെടുന്ന മാൻഡോക്സിൽ യൂസ് ചെയ്യുന്ന ആരാ? അപ്പൊ മനസ്സിലാക്കണം, മാൻഡോക്സിൽ ആര് യൂസ് ചെയ്യും? മാൻഡോക്സ് ആണെങ്കിൽ അവിടെ ആരെ യൂസ് ചെയ്യും? പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് അല്ലേ? മാൻഡോക്സ് ആണെങ്കിൽ അവിടെ ആരാ യൂസ് ചെയ്യുന്നത്? പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് യൂസ് ചെയ്യും. അതേസമയം ട്യൂബർക്കുലോസിന്റെ ടെസ്റ്റിലാണെങ്കിലോ, നമ്മൾ ആദ്യം പറഞ്ഞ ട്യൂബർക്കുലോസിന്റെ ടെസ്റ്റിലാണെങ്കിലോ, ആർക്ക് പറയാം? അവിടെ ഈ പറഞ്ഞ മൈക്രോ ബാക്ടീരിയത്തിന്റെ ടോക്സിൻ അല്ലേ? ആണോ ഇല്ലയോ? ഫസ്റ്റ് പറഞ്ഞ ട്യൂബർക്കുലർ ടെസ്റ്റ് ആണെങ്കിൽ മൈക്രോ ബാക്ടീരിയത്തിന്റെ ടോക്സിൻ അല്ലേ യൂസ് ചെയ്യുന്നത്? മറക്കരുത്, ചോദിക്കും. ആ ടോക്സിൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഇതിൽ മാൻഡോക്സ് നോക്കാമോ? പറഞ്ഞു മാൻഡോക്സ് നോക്കാമോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും മാൻഡോക്സ് കണ്ടിട്ടുണ്ടോ? നോക്കുന്നത്
മാൻഡോക്സ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പറ പറ പറ, കണ്ടിട്ടുണ്ടോ? ഒരു കണ്ടീഷനാണ് പഠിക്കുന്നത്, പറയുക. കണ്ടിട്ടുണ്ട്. അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് IM ആണോ അവിടുത്തെ ഇൻട്രാഡെർമൽ ആണോ? ഫസ്റ്റ് ചോദ്യം അവിടുത്തെ. ഇൻട്രാഡെർമൽ ആണോ, IM ആണോ, IV ആണോ? ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ. ഇൻട്രാഡെർമൽ അല്ലേ? ഇൻട്രാഡെർമൽ അല്ലേ? മറക്കരുത്, ഇൻട്രാഡെർമൽ അല്ലേ? ഇൻട്രാഡെർമൽ ആണ്. അത് എവിടെയാണ് നമ്മൾ കുത്തിവെക്കുന്നത്? അത് എവിടെയാണ് ഈ പറഞ്ഞ PPD എടുക്കുന്നത്? അത് എവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ PPD? ഇൻ ദ സർഫസ് ഓഫ് എവിടെ? ഇൻ ദ സർഫസ് ഓഫ് എവിടെ? ഇൻ ദ ഫോറാമിലല്ലേ? ദ സർഫസ് ഓഫ് എവിടെ? ചോദ്യം ദ ഫോർ ആമിലാണ്. മറക്കരുത്. ഇൻ ദ മാൻഡോക്സ് ടെസ്റ്റിൽ ഫസ്റ്റ് വരുന്ന ചോദ്യമാണ് ഇഞ്ചക്ഷൻ ഇൻട്രാഡെർമൽ ആണ്. അതേ ഡെർമൽ എന്ന് പറയുമ്പോൾ അത് ആ സ്ഥലം എവിടെയാ? അത് വെക്കുന്ന സ്ഥലം എവിടെയാ? ഇഞ്ചക്ട് സ്ഥലം ഓൺ സർഫസ് ഓഫ് ദ ഫോറാം. സർഫസ് ഓഫ് ദ ഫോറാം ആണ്. ഇനി എത്ര യൂണിറ്റാ? അടുത്ത ചോദ്യം, എത്ര യൂണിറ്റാ കൊടുക്കുന്നത്? എത്ര യൂണിറ്റ് ആയിരിക്കും? ഒരു ചെറിയ ഇൻസുലിൻ സിറിഞ്ച് എടുക്കാറുണ്ട്. ഇത് 0.1 ml ആണോ? ഇത് 0.1 ml PPD ആണോ? 0.1 ml PPD ആണോ ഇഞ്ചക്ട് ചെയ്യുന്നത്? ആലോചിച്ച് പറയുക. എന്താ 0.1 ml ആണോ ഇന്ന് PPD ആയിട്ട് യൂസ് ചെയ്യുന്നത്? ചോദിക്കും, ചോദിക്കും. ഇന്ന് 0.1 ml ആണോ? 0.1 ml ആണോ? യെസ്, മറക്കരുത്. ഇതിന്റെ PPD നമ്മൾ എവിടെ എത്ര യൂസ് ചെയ്യും? 0.1 ml യൂസ് ചെയ്യല്ലേ? 0.1 ml 0.1 ml 0.1 ml ആണ് നമ്മൾ എന്താ ഫോറാമിൽ എവിടെ ഇഞ്ചക്ട് ചെയ്താല് സർഫസ് ഓഫ് ദ ഫോറാമിൽ എത്ര ഇഞ്ചക്ട് ചെയ്യും? ചോദിക്കും. സർഫസ് ഓഫ് ദ ഫോറാമിൽ എത്ര ഇഞ്ചക്ട് ചെയ്യും? 0.1 ml അല്ലെ? 0.1 ml ഇഞ്ചക്ട് ചെയ്യുന്നു അല്ലേ? ശരിയല്ലേ? ഈ ടെസ്റ്റിലെ മാൻഡോക്സ് എന്ന് പറയുന്നത്, ഈ ടെസ്റ്റിലെ മാൻഡോക്സ് എന്ന് പറയുന്നത് ഇഞ്ചക്ട് ചെയ്ത് പഠിച്ചു, ഇഞ്ചക്ഷൻ വരെ പഠിച്ചു, ഇഞ്ചക്ഷൻ വരെ ക്ലിയർ ആയോ? ഇൻട്രാഡെർമൽ ആണ്. PPD കൊണ്ട് സർഫസ് ഓഫ് ദ ഫോറാമിലാണ്. എത്ര യൂണിറ്റാ? 0.1 ml ആണ്. അടുത്ത് ഇവിടെ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്, റിസൾട്ട് എപ്പോഴാ? റിസൾട്ട് എപ്പോഴാ? ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു എക്സാമിന് ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കേരള PC പ്രീവിയസ് ചോദ്യമാണ്. മാൻഡോക്സ് ടെസ്റ്റിന്റെ റിസൾട്ട് എപ്പോഴാ നോക്കുന്നത്? റീഡിങ് ആഫ്റ്റർ എത്ര മണിക്കൂർ ശേഷം? റീഡിങ് ആഫ്റ്റർ എത്ര മണിക്കൂർ ശേഷം? റീഡിങ് എന്ന് എടുക്കുമ്പോൾ റീഡിങ് എത്ര മണിക്കൂർ ശേഷമാണ് നോക്കുന്നത്? 72 hours അല്ലേ? ആരുടെ 73 പറഞ്ഞപ്പോൾ 72 hours അല്ലേ? 72 hours ശേഷം റിസൾട്ട് നോക്കുന്നത്. 72 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര ദിവസമാ? 3 ദിവസമല്ലേ? കഴിഞ്ഞാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയോ? നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ അതെങ്ങനെ പോസിറ്റീവ് ഇരിക്കും? അത് പോസിറ്റീവ് ആകണമെങ്കിൽ അവിടെ എന്ത് വേണം? നിങ്ങൾ ഇത്രയും ദിവസം കഴിഞ്ഞ് 3 days കഴിഞ്ഞ് 72 hours നോക്കുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കുക പോസിറ്റീവ് ആകും? അവിടെ എന്തുണ്ടായാൽ പോസിറ്റീവ് ആണ്? ഇൻഡുറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു തടുപ്പാണോ? ഇൻഡുറേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു തടുപ്പാണോ? ഇൻഡുറേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു തടിപ്പാണോ? ആണ്. അപ്പൊ 72 മണിക്കൂർ ശേഷം ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആണോ? 72 മണിക്കൂർ ശേഷം ഇൻജക്ട് ചെയ്ത സ്ഥലത്ത് തടിപ്പുണ്ടെങ്കിൽ പോസിറ്റീവ് ആണോ? ആണ്. പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ്. 72 മണിക്കൂർ ശേഷം അവിടെ തടുപ്പുണ്ടെങ്കിൽ പോസിറ്റീവ് അല്ലേ? 72 മണിക്കൂർ ശേഷം അവിടെ തടുപ്പുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്. റിസൾട്ട് പോസിറ്റീവ് അല്ലേ? ഇനി ചോദ്യമുണ്ട്. ആ തടുപ്പില്ലേ? ആ തടുപ്പ് എത്ര മില്ലിമീറ്റർ ആയാലും അത് പോസിറ്റീവ് ആവും. അവിടെയും ചോദ്യമുണ്ട്. അവിടെ തടുപ്പുണ്ടെന്ന് പറഞ്ഞു. ആ
തടുപ്പ് എത്ര മില്ലിമീറ്ററിന് മുകളിൽ പോയാലാണ് പോസിറ്റീവ് ആവുന്നത്? ഈ ചോദ്യം കണ്ടോണ്ടായിരിക്കും. എത്ര മില്ലിമീറ്റർ ആണ്? എത്ര മില്ലിമീറ്റർ ആണ്? ഇറ്റ്സ് മോർ ദാൻ 9 മില്ലിമീറ്റർ ആണോ? ഇറ്റ്സ് മോർ ദാൻ 9 മില്ലിമീറ്റർ ആണെങ്കിൽ പോസിറ്റീവ് ആണോ? ഇറ്റ്സ് മോർ ദാൻ 9 മില്ലിമീറ്റർ ആണെങ്കിൽ അത് പോസിറ്റീവ് ആണോ? ചോദ്യം വരും. ഇറ്റ്സ് മോർ ദാൻ 9 മില്ലിമീറ്റർ ആണെങ്കിൽ, ഇൻഡ്യൂറേഷൻ മോർ ദാൻ 9 മില്ലിമീറ്റർ ആണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഇനി അത് എങ്ങനെയാണ് ഡൗട്ട്ഫുൾ ആവുന്നത്? സംശയമാണ്. അത് ഉണ്ടോ ഇല്ലയോ സംശയമാകണമെങ്കിൽ എത്ര വേണം? അത് ഉണ്ടോ ഇല്ലയോ അത് സംശയമാകണമെങ്കിൽ എത്ര വേണം? 6-9 അല്ലേ? 6-9 മില്ലിമീറ്റർ അല്ലേ? ഇസ് ദ ഡൗട്ട്ഫുൾ അല്ലേ? 6-9 മില്ലിമീറ്റർ ആണ്. ഡൗട്ട്ഫുൾ ആണ്. ഡൗട്ട്ഫുൾ ആണ് അല്ലേ? ഉറപ്പില്ല. ഉറപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വേറെ ടെസ്റ്റിലോട്ട് പോകത്തില്ലേ? അത് ഉറപ്പില്ലെങ്കിൽ വേറെ ടെസ്റ്റിലോട്ട് പോകും. ശരിയല്ലേ? സംശയമാണ്. ഉണ്ടോ ഇല്ലയോ സംശയമാണെങ്കിൽ വേറെ ടെസ്റ്റിലോട്ട് പോകും. ഇനി ഇത് ടെസ്റ്റ് ചെയ്തപ്പോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ എത്ര വേണം? അവൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് നെഗറ്റീവ് ആകണമെങ്കിൽ എത്ര വേണം? ലെസ് ദാൻ 6 മില്ലിമീറ്റർ അല്ലേ? ലെസ് ദാൻ 6 മില്ലിമീറ്റർ താഴെയാണെങ്കിൽ ദ ടെസ്റ്റ് ഈസ് നെഗറ്റീവ്. ശരിയല്ലേ? ശരിയല്ലേ? ആണോ? ഒരു ചോദ്യം കൊണ്ടുണ്ട്. ഇതേ ടൂൾ ടെസ്റ്റ് നോക്കുമ്പോൾ ആ നല്ല ഹൈലി പോസിറ്റീവ് ആണ് എത്ര വേണം? ആ നല്ല ഹൈലി പോസിറ്റീവ് ആകണമെങ്കിൽ എത്ര വേണം? നല്ല ഹൈ പോസിറ്റീവ് എത്ര വേണം അവിടെ? നല്ല ഹൈ പോസിറ്റീവ് ആകണമെങ്കിൽ എത്ര മില്ലിമീറ്റർ മുകളാണ്? മോർ ദാൻ 20 മില്ലിമീറ്റർ മുകളാണെങ്കിൽ, മോർ ദാൻ 20 മില്ലിമീറ്റർ മുകളിലാണെങ്കിൽ നല്ല ഹൈലി പോസിറ്റീവ് ആണ്. ശരിയല്ലേ? ശരിയല്ലേ? യെസ്. ഒരു ചോദ്യം ഇത്ര നോക്കിയിട്ട് ഇത് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോഴും, ഇത്രയും നോക്കിയിട്ട് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോഴും ആ പറഞ്ഞ ഇൻഫെക്ഷൻ അത് ബോഡിയിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? മാൻഡോസിസ് നോക്കിയിട്ടും അത് പോസിറ്റീവ് ആയാൽ ആ പറഞ്ഞ ഇൻഫെക്ഷൻ ബോഡിയിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അറ്റ് ദ പ്രസന്റ് ടൈമിൽ ബോഡിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? തൊട്ട് മുൻപ് ഈ അസുഖം വന്നൂടെ? തൊട്ട് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ഈ അസുഖം വന്നൂടെ? ഇതിന് തൊട്ട് മുൻപും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വീണ്ടും പോസിറ്റീവ് ആയിക്കൂടെ? യെസ്. അപ്പോൾ ഒരു ഫാൾസ് റിസൾട്ട് തന്നൂടെ? അപ്പോൾ ഒരു ഫാൾസ് റിസൾട്ട് തന്നൂടെ? ഈ പറഞ്ഞ മാൻഡോക്സ് എന്ന് പറയുന്നത് എടുത്തരാമോ? അപ്പോൾ മാൻഡോസ് ചില സമയത്ത് ഫാൾസ് റിസൾട്ട് തരാം. അതുകൊണ്ട് നമ്മൾ എന്തിലോട്ട് പോകും? സ്പ്യൂട്ടം എക്സാമിനേഷൻ പോകും. അടുത്തതിലോട്ട് പോകും. നെക്സ്റ്റ് എന്തിലോട്ട് പോകും? സ്പ്യൂട്ടം കൾച്ചറിലോട്ട് പോകില്ലേ? അടുത്തതിലോട്ട് പോകും. ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിലോട്ട് പോകും. സ്പ്യൂട്ടം എക്സാമിനേഷനിലോട്ട് പോകും. ശരിയാണോ ഇല്ലയോ? മാൻഡോസ് കഴിഞ്ഞു. അത് കൺഫേം ചെയ്യാൻ വേണ്ടി എങ്ങോട്ട് പോകും? സ്പ്യൂട്ടത്തിലോട്ട് പോകല്ലേ? ശരിയല്ലേ? സ്പ്യൂട്ടം അത് എന്തിനു വേണ്ടി നോക്കുന്നത്? സ്പ്യൂട്ടം അത് എന്തിനു വേണ്ടിയാ നോക്കുന്നത്? സ്പ്യൂട്ടം എഫ് ബി അല്ലേ? സ്പ്യൂട്ടം എ എഫ് ബി അല്ലേ? സ്പ്യൂട്ടം എ എഫ് ബി അല്ലേ? 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 ഡയറക്റ്റ് ആയിട്ട് ഇത് മൈക്രോസ്കോപ്പ് നോക്കാൻ വേണ്ടിയല്ലേ? ഡയറക്റ്റ് വഴിയായി മൈക്രോസ്കോപ്പ് നോക്കാൻ വേണ്ടിയല്ലേ? ആണോല്ലോ? ആണോല്ലോ? ചോദ്യമുണ്ട്. കേരള PC പ്രീവിയസ് ചോദ്യമായിരുന്നു. സ്പ്യൂട്ടം കളക്ട് ചെയ്യുമ്പോൾ അത് എത്ര പ്രാവശ്യം കളക്ട് ചെയ്യണം? എത്ര സാമ്പിൾ കളക്ട് ചെയ്യണം? കേരള PC പ്രീവിയസ് ചോദ്യം. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. 3 സാമ്പിൾ കട്ടല്ലേ? 3 സാമ്പിൾ ആണ് കളക്ട് ചെയ്യണം. 3 സാമ്പിൾ ആണ് കളക്ട് ചെയ്യേണ്ടത്. വീണ്ടും ചോദ്യം. ഫസ്റ്റ് സാമ്പിൾ എപ്പോ കളക്ട് ചെയ്യും? അറ്റ് ദ ഡേ 1 ഫസ്റ്റ് സാമ്പിൾ എപ്പോ കളക്ട് ചെയ്യും? എപ്പോ? സാധാരണയായിട്ട് ആലോചിക്കുക.
സ്മാളായിട്ട് നല്ല ക്ഷമയുണ്ട്, നല്ല ക്ഷമയുണ്ട്. ആ ക്ഷമയും പറഞ്ഞുകൊണ്ട് അടുത്ത ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ആദ്യത്തെ ദിവസം എടുക്കുന്ന സാമ്പിൾ ഒന്നെന്ന് പറയുന്നത്, നല്ല ചുമയുമായിട്ട് പോകുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആ ചുമ സമയത്ത് എടുക്കുന്ന ഫസ്റ്റ് സാമ്പിൾ അല്ലേ അത് ഡേ ഒന്നെന്ന് പറയുന്നത്? ആണോ? നല്ല ചുമയുണ്ട്, ആ ചുമയുമായിട്ട് പോയി. ആ ചുമ എന്ന് പറഞ്ഞ സമയത്ത് എടുക്കുന്ന ഫസ്റ്റ് സാമ്പിൾ അല്ലേ സാമ്പിൾ 1 എന്ന് പറയുന്നത്? ആണോ? സ്പോട്ടിൽ അറ്റ് ദ സ്പോട്ട് ടൈമിൽ എടുക്കുന്ന സാമ്പിൾ അല്ലേ അത് ഡേ 1 എന്ന് പറയുന്നത്? ആണോ? ആലോചിച്ചു. ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാമ്പിൾ കളക്ഷൻ അത് ഏർലി മോർണിംഗ് മാത്രമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെ അറിയാവുന്ന സാമ്പിൾ കളക്ഷൻ അത് ഏർലി മോർണിംഗ് മാത്രമല്ലേ? ഏർലി മോർണിംഗ് മാത്രമല്ലേ കേട്ടിട്ടുള്ളത്? ഇതുവരെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് ഏർലി മോർണിംഗ് മാത്രമേ സാമ്പിൾ കളക്ട് ചെയ്യത്തുള്ളൂ അല്ലേടെ? ആണോ? സത്യം പറയും. ഇത്രയും ദിവസമായിട്ട് ഏർലി മോർണിംഗ് മാത്രമാണ് സാമ്പിൾ കളക്ട് ചെയ്ത ഒരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല, തെറ്റാണ്. എപ്പോഴും ഫസ്റ്റ് സാമ്പിൾ എപ്പോഴും എടുക്കുന്നത് ഈ പറഞ്ഞ പേഷ്യന്റ് ഒരു നല്ലൊരു ചുമ പറഞ്ഞു വരുന്ന സമയത്ത് സാമ്പിൾ എടുക്കാറില്ലേ? പേഷ്യന്റ് നല്ലൊരു ചുമ പറഞ്ഞു വരുന്ന സമയത്ത് സാമ്പിൾ എടുക്കാറുണ്ട്. അതല്ലേ ഫസ്റ്റ് സാമ്പിൾ? അല്ലേ? ആണ്. ആദ്യം വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ இந்த ഡോക്ടർ ടി ബി ആണെന്ന് ജസ്റ്റ് സംശയം തോന്നി എടുക്കാറില്ലേടെ? ആദ്യം വരുന്ന ദിവസം തന്നെ ഈ പറഞ്ഞ ഡോക്ടർ സംശയമുണ്ട്, ഇത് ടി ബി ആണോ എന്ന്. ശരിയല്ലേ? ഫസ്റ്റ് ദിവസം തന്നെ ഇത് ടി ബി ആണോ സംശയം തോന്നിക്കഴിഞ്ഞാൽ സാമ്പിൾ എടുക്കുമോ നോക്കാറില്ലേ? കണ്ടോ എവിടെയെങ്കിലും? എവിടെ കാണാൻ? സ്റ്റാഫ് നേഴ്സിന്റെ ജോലി ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് മാത്രമാണോ? പറഞ്ഞ ബാക്കിയുള്ള പ്രൊസീജിയർ മാത്രമാണോ? അല്ല, ഇതൊക്കെ നോക്കണ്ടേ? അത് നോക്കിയിട്ടുണ്ടോ? ഇതുവരെ നോക്കിയിട്ടുണ്ടോ? ഇത് റിസൾട്ട് മാത്രം നോക്കാറുണ്ടല്ലേ? റിസൾട്ട് മാത്രം നോക്കാറുണ്ട്. പക്ഷെ ആലോചിക്കണം, ഫസ്റ്റ് പേഷ്യന്റ് വരുന്ന സമയത്ത് ഒരു സാമ്പിൾ ഉണ്ട്. അത് ഫസ്റ്റ് സാമ്പിൾ കേട്ടോ. ഫസ്റ്റ് പേഷ്യന്റ് വരുമ്പോഴൊരു സാമ്പിൾ ഫസ്റ്റ് സാമ്പിൾ ആണ്. ശരിയല്ലേ? കാര്യം അറിയാമോ? ആ ഒരു പേഷ്യന്റ് ഫസ്റ്റ് എന്താണ് സംശയം ഉള്ളെങ്കിൽ ഫസ്റ്റ് സാമ്പിൾ എടുക്കും. സംശയമുള്ളപ്പോൾ ഫസ്റ്റ് സാമ്പിൾ എടുത്ത ശേഷം നമ്മൾ പേഷ്യന്റ് പറയാറുണ്ട്, എന്ത് പറയാറുണ്ട്? അടുത്ത ഡേ 2 കാര്യം പറഞ്ഞു കൊടുക്കാറില്ലേ? നാളെ വരണം, ആ സാമ്പിൾ എടുക്കാൻ പറയാറുണ്ടോ? നാളെ രാവിലെ ഒന്നുകൂടെ വരണം, നാളെ ഒന്നുകൂടെ വന്ന് സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നാളെ ഒന്നുകൂടെ സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? രണ്ടാമത്തെ ദിവസം വന്ന് ഏർലി മോർണിംഗിൽ സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? രണ്ടാമത്തെ ദിവസം അല്ലെ ഏർലി മോർണിംഗ് സാമ്പിൾ എടുക്കുന്നത്? ശരിയാണോ അല്ലയോ? രണ്ടാമത്തെ ദിവസം അല്ലെ ഏർലി മോർണിംഗിൽ വന്ന് സാമ്പിൾ എടുക്കാൻ പറയുന്നത്? ശരിയല്ലേ? പേഷ്യന്റെ കയ്യിൽ ചെറിയ ബോട്ടിൽ കൊടുത്തിടാറുണ്ടോ? പേഷ്യന്റെ കയ്യിൽ ചെറിയ ബോട്ടിൽ കൊടുത്തുവിടാറുണ്ടോ? പേഷ്യന്റിന്റെ കയ്യിൽ ചെറിയൊരു ബോട്ടിൽ കൊടുത്ത് വിട്ട് അടുത്ത ദിവസം വരുമ്പോൾ സാമ്പിൾ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ ഏർലി മോർണിംഗിൽ തന്നെ ഒരു സാമ്പിൾ എടുത്തു കൊണ്ടുവരാൻ എപ്പോഴെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ആലോചിച്ച് പറയുക. ഉണ്ടോടെ? ഉണ്ടല്ലേ? ഉണ്ട്. ഇനി സെക്കൻഡ് സാമ്പിൾ എടുത്തിട്ട് അടുത്ത സാമ്പിൾ എപ്പോ എടുക്കും? സെക്കൻഡ് സാമ്പിൾ എടുത്തിട്ട് അടുത്ത സാമ്പിൾ എപ്പോ എടുക്കും? പറയണം. സെക്കൻഡ് സാമ്പിൾ എടുത്തിട്ട് അടുത്ത സാമ്പിൾ എപ്പോ എടുക്കും? എപ്പോഴെടുക്കും? സെക്കൻഡ് സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ എന്ത് ബോട്ടിൽ വീട്ടിൽ കൊടുത്തുവിട്ടിരിക്കുന്നത്? സെക്കൻഡ് സാമ്പിൾ ഇൻ ബോട്ടിൽ വീട്ടിൽ കൊടുത്ത് വിടൽ എടുക്കുന്നത്? ആണോ അല്ലയോ? ആലോചിച്ച് പറയുക. എപ്പോഴും സെക്കൻഡ് സാമ്പിൾ ഈ പറഞ്ഞ ബോട്ടിൽ വീട്ടിൽ കൊടുത്ത് വിടൽ എടുക്കുന്നത്? കമന്റ് ആൻസേഴ്സ് ആണ്. തേർഡ് സാമ്പിൾ എപ്പോഴാ? തേർഡ് സാമ്പിൾ എപ്പോഴാ? സ്റ്റാഫിന്റെ ഡയറക്ട് സൂപ്പർവിഷൻ ഓടോലത്തിലെ എടുക്കുന്നത്?
സ്റ്റാഫിന്റെ ഇൻ ദ ഡയറക്ട് സൂപ്പർവിഷനോടെയല്ലേ ദ തേർഡ് സാമ്പിൾ എപ്പോ എടുക്കുന്നത്? അടുത്ത ദിവസം ആകുമ്പോൾ സ്റ്റാഫിന്റെ ദ ഡയറക്ട് സൂപ്പർവിഷൻ അനുസരിച്ചാണ് ദ തേർഡ് സാമ്പിളും എടുക്കുന്നത്. അപ്പൊ എത്ര സാമ്പിൾ ഉണ്ട്? 3 സാമ്പിൾ ഉണ്ടല്ലേ? അപ്പൊ ടോട്ടൽ 3 സാമ്പിൾ എടുക്കുന്നത്. അതിൽ ആദ്യം പേഷ്യന്റ് വരുന്ന ദിവസം ഫസ്റ്റ് ദിവസം അല്ലേ? ഫസ്റ്റ് ദിവസം ആ ഫസ്റ്റ് ടെസ്റ്റ് പോസിറ്റീവ് പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? ആ ഫസ്റ്റ് ദിവസം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ദ സെക്കൻഡും ആൻഡ് തേർഡിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ശരിയല്ലേ? ആ ഫസ്റ്റ് സാമ്പിൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ദ സെക്കൻഡും ആൻഡ് തേർഡ് സാമ്പിളിന്റെയും ആവശ്യം പിന്നെ ഇല്ല. മറക്കരുത്. എപ്പോഴും എടുക്കേണ്ട സാമ്പിൾ സമയം എപ്പോഴാണ്? ഇന്ന് ഏർലി മോർണിംഗ് അല്ലേ? ഏർലി മോർണിംഗ് സാമ്പിൾ എപ്പോഴും കൊണ്ടുവരാൻ പറയുന്നത്. ശരിയല്ലേ? അല്ലേ? ഇനി അടുത്ത ചോദ്യം. ഇതെല്ലാം നെഗറ്റീവ് ആയാൽ ആ പേഷ്യന്റ് ടി വി എന്ന് പറയാൻ പറ്റും? ഈ പറഞ്ഞ ഫസ്റ്റും സെക്കൻഡും ആൻഡ് തേർഡും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ഇന്ന് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റൂലേ? പറ്റൂല്ലോ. ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ ഫസ്റ്റ് ദിവസം തന്നെ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൾ ഇന്ത മൈക്രോ ബാക്ടീരിയം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കാറുണ്ടോ? പിന്നെ വേറെ സാമ്പിളിന്റെ ആവശ്യമുണ്ടോ? ഫസ്റ്റ് ദിവസം തന്നെ ഇന്ത മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കിളി കൊണ്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ സാമ്പിൾ ആവശ്യമുണ്ടോ? വേണ്ട. നമ്മൾ എങ്ങോട്ട് വിടും പേഷ്യന്റിനെ? നമ്മൾ പേഷ്യന്റ് എങ്ങോട്ട് വിടും? ഇൻ ദ ചെസ്റ്റ് എക്സ്റേ വിടാറില്ലേ? പേഷ്യന്റ് എങ്ങോട്ട് എടുത്ത് നോക്കും? അടുത്തത് എങ്ങോട്ട് വിടും? ഇൻ ദ ചെസ്റ്റ് എക്സ്റേക്ക് വിടാറില്ലേ? ഇൻ ദ എക്സ്റേക്ക് വിടാറില്ലേ? യെസ്. ഇത്രയും ക്ലിയർ ആയ? ഇത്രയും ക്ലിയർ ആയ ഇവിടെ? ഈ സ്പൂട്ടൻ കൾച്ചർ എത്ര സമയം എടുക്കും? സ്പൂട്ടൻ ദ കൾച്ചർ എത്ര സമയം എടുക്കും? സ്പൂട്ടൻ ദ കൾച്ചർ ചെയ്യാൻ എത്ര സമയം എടുക്കും? അടുത്ത് ചെയ്യാൻ പോകും. ഇത്രയും കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. സ്പൂട്ടൻ എല്ലാം നോക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞ ശേഷം അടുത്തല്ലേ സ്പൂട്ടൻ കൾച്ചർ ചെയ്യുന്നത്? ആണോ ഇല്ലേ? ഫസ്റ്റ് സാമ്പിൾ, സെക്കൻഡ് സാമ്പിൾ ആൻഡ് തേർഡ് സാമ്പിളും നോക്കിയ ശേഷം ഫസ്റ്റ് ദിവസവും സെക്കൻഡ് ദിവസവും ആൻഡ് തേർഡ് ദിവസം നോക്കിയ ശേഷം മാത്രമല്ലേ സ്പൂട്ടൻ കൾച്ചറിന് വിടുന്നത്? യെസ് ഓർ നോ? ഫസ്റ്റ് നോക്കി സെക്കൻഡ് നോക്കി ശേഷം സ്പൂട്ടൻ കൾച്ചർ വിടും. എന്തുകൊണ്ടാ സ്പൂട്ടൻ കൾച്ചർ എന്തിനാ വിടുന്നത്? സ്പൂട്ടൻ കൾച്ചർ എന്തിനാ വിടുന്നത്? സംശയം ഉണ്ടെങ്കിൽ അല്ലേ? ഡൗട്ട്ഫുൾ ആയോണ്ടല്ലേ? സ്പൂട്ടൻ കൾച്ചർ എന്തിനാണ് വിടുന്നത്? അത് ഉണ്ടോ ഇല്ലയോ സംശയം കൊണ്ടല്ലേ? ഒരു സംശയം തോന്നി. ഉണ്ടോ ഇല്ലയോ സംശയം കൊണ്ടല്ലേ? നല്ല ഡൗട്ട് ഉണ്ട്. ഉണ്ടോ ഇല്ലെന്ന് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പൂട്ടൻ കൾച്ചർ നോക്കാൻ വിടും. അത് എപ്പോ കിട്ടും? 6 മുതൽ 8 വീക്കിനകത്തല്ലേ? 6 വീക്കല്ലേ? മാക്സിമം 6 വീക്കല്ലേ ഇപ്പൊ? 6 വീക്കല്ലേ? 6 വീക്ക് ആവുമ്പോ ഈ പറഞ്ഞ എന്താണ് ട്യൂബർക്കുലം ബേസിൽ എന്ത് ചെയ്യും? അത് സെൻസിറ്റീവ് ആണെന്ന് നോക്കാറില്ലേ? 6ാമത്തെ വീക്ക് എടുക്കും അല്ലേ? 6 വീക്ക് എടുക്കും അല്ലേ അത് സെൻസിറ്റീവ് ആവാൻ വേണ്ടി? 6 വീക്ക് എടുക്കും അത് സെൻസിറ്റീവ് ആകാൻ വേണ്ടി. ഇത്രയും ക്ലിയർ ആയോ? ഒരു കണ്ടീഷൻ കുറെ പഠിച്ചു. ഇത്രയും ക്ലിയർ ആയോ? യെസ്. ശേഷം എന്ത് ചെയ്യണം? ഇതെല്ലാം കഴിഞ്ഞല്ലേ റേഡിയോഗ്രാഫി എക്സാമിനേഷൻ എന്ത് ചെയ്യൂടെ? റേഡിയോഗ്രാഫി എക്സ്റേ 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 ഇതിപ്പോ യൂസ് ചെയ്യാറില്ല. അതിപ്പോ യൂസ് ചെയ്ത ടൈപ്പിന്റെ പേരെന്താ? ആരെങ്കിലും എവിടെയെങ്കിലും ദ മാസ് മിനിയേച്ചർ റേഡിയോഗ്രാഫി ഇട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ മാസ് മിനിയേച്ചർ റേഡിയോഗ്രാഫി? ഇപ്പൊ ഇല്ല. ഇപ്പൊ ഉപയോഗിക്കാറില്ല. കേട്ടിട്ടുണ്ടോ? പണ്ട് എക്സ്റേക്ക് മുമ്പ് ചെയ്തതാ. പണ്ട് എക്സ്റേക്ക് മുമ്പ് ചെയ്യാറുണ്ട്. പണ്ട് കാലത്ത് இந்த എക്സ്റേക്ക് മുമ്പ് ചെയ്ത സംഭവമാണ് ദ മാസ് മിനിയേച്ചർ റേഡിയോഗ്രാഫി. ഇപ്പൊ ഇല്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ. ദ ട്യൂബർക്ലോസ് എന്ന് പറയുന്നത് അത് എന്ത് തരം ഡിസീസാ? കേരള PC പ്രീവിയസ് ഒരു ചോദ്യമായിരുന്നു. ദ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് എപ്പിഡമിക് ആണോ, എൻഡമിക് ആണോ, പാൻഡമിക് ആണോ? ആര് ഈ ചോദ്യം കണ്ടിട്ടുണ്ടോ? ദ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് എപ്പിഡമിക് ആണോ, എൻഡമിക് ആണോ, പാൻഡമിക് ആണോ? ആർക്ക് പറയാം? ആർക്ക് പറയാം?
ആരെയും പറയോടെ, ശരി ഉത്തരം പറയും. എപ്പിഡമിക്, എൻഡമിക്, പാൻഡമിക് ആണോ? എപ്പിഡമിക് ആണോ, എൻഡമിക്, പാൻഡമിക്? ആലോചിച്ച് പറയുക. എപ്പിഡമിക് ആണോ, എൻഡമിക് ആണോ, എപ്പിഡമിക് ആണോ? ആണോ? എല്ലാരും പറയും. കുറെ ആൾക്കാരുണ്ട് മിണ്ടുന്നില്ല, ഉത്തരത്തിൽ മിണ്ടുന്നില്ല. ആലോചിച്ച് പറയുക. എപ്പിഡമിക് ആണോ, എൻഡമിക് ആണോ, പാൻഡമിക് ആണോ? എപ്പിഡമിക് അല്ലേ? എപ്പിഡമിക് അല്ലേ? എപ്പിഡമിക് അല്ലേ? എപ്പിഡമിക് അല്ലേ? യെസ്. ഇനി അറിയേണ്ട കാര്യം, ഇനി இந்த ടിബിക്ക് കൊടുക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാ? അതിന് ഇത് ട്രീറ്റ്മെന്റിലോട്ട് ഇടുമ്പോൾ இந்த ടിബി കൊടുക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാ? ടിബിക്ക് ഡ്രഗ്സ് ചോദ്യം വരാറുണ്ട്. ഇനി അറിയാനുള്ള കാര്യമാണ്. ആരെങ്കിലും ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് കേട്ടിട്ടുണ്ടോ? ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് എത്ര ടൈപ്പ് ഉണ്ട്? ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് എത്ര ടൈപ്സ് ഉണ്ട്? 2 ടൈപ്സ് ആണോ? 2 ടൈപ്പ് ആണ്. നമുക്ക് 2 തരത്തിലുള്ളേ. നമുക്ക് 2 തരത്തിലുള്ള ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഏതൊക്കെ? ആന്റി ബാക്ടീരിയൽ എന്നും ആൻഡ് ദ ബാക്ടീരിയ ദ സിഡിൽ കേട്ടിട്ടുണ്ടോ? ആന്റി ബാക്ടീരിയൽ ഡ്രഗ്സ് എന്നും ആൻഡ് ദ ബാക്ടീരിയൽ ദ സിഡൽ 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 കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? 2 വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ആന്റി ബാക്ടീരിയ എന്നും ആൻഡ് ദ ബാക്ടീരിയൽ ദ സിഡൽ എന്നും വാക്കുകളുണ്ട്. ആ ഒരു വാക്കിനെ ഞാൻ ഊന്നി ഊന്നി പറയാൻ കാരണം എന്താണ് ദ ബാക്ടീരിയ ദ സിഡൽ എന്ന് പറഞ്ഞ എന്താ? സിഡൽ മീൻസ് എന്താ? ഈ കൊടുക്കുന്ന ഡ്രഗ്സ് ദ ബാക്ടീരിയ ദ കിൽ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഡ്രഗിന്റെ പേരെന്താ? ഈ ഡ്രഗ്സ് ബാക്ടീരിയ ദ കിൽ ചെയ്യാൻ കൊടുത്താൽ ആ ടൈപ്പിന്റെ പേരെന്താ? ആർക്ക് പറയാം? സിഡലല്ലേ? 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 കൊടുക്കുന്ന ഡ്രഗ്സ് ബാക്ടീരിയ കിൽ ചെയ്യാൻ വേണ്ടി കൊടുത്താൽ എന്ത് വിളിക്കാം? ബാക്ടീരിയ കൊല്ലാൻ കൊടുക്കുന്ന ഡ്രഗ്സിനെ വിളിക്കുന്ന പേരെന്താ? ചോദ്യം വരും. എന്താ മൈക്രോബയോളജി പഠിക്കും. ഈ പറഞ്ഞ ഡ്രഗ്സ് ബാക്ടീരിയ കിൽ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഡ്രഗ്സിന്റെ പേര് സിഡൽ അല്ലേ? സിഡൽ. സിഡൽ ശരിയല്ലേ? സിഡൽ അല്ലേ? ബാക്ടീരിയ സിഡൽ. സിമ്പിൾ ഉത്തരം സിഡൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ കൊടുക്കും? ആ ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഏതൊക്കെയാ? ഈ ബാക്ടീരിയ കൊല്ലാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സിന്റെ പേര്. ഫസ്റ്റ് ഓൺ ഇസ് ദ റിഫാമിസിൻ. കേട്ടോ? റിഫാമിസിൻ, റിഫാമിസിൻ, റിഫാമിസിൻ കേട്ടോ? ഏറ്റവും ദ പവർഫുൾ അല്ലേ ഇത്? ദ റിഫാമിസിൻ ഏറ്റവും ദ പവർഫുൾ ആയിട്ടുള്ളത്. റിഫാമിസിനിൽ ഏറ്റവും ദ പവർഫുൾ ആയിട്ടുള്ള ദ ബാക്ടീരിയ എന്ന് പറയുന്നത് ചോദിച്ച ചോദ്യമായിരുന്നു. ഏറ്റവും ദ പവർഫുൾ ആയിട്ടുള്ള ദ ബാക്ടീരിയ ദ സിൽ ഡ്രഗ്സ് ഏതാ? റിഫാമിസിൻ ആണ്. മറക്കരുത്. കേട്ടോ അവിടെ? കാരണം എന്താ? ഒരു കാരണമുണ്ട്. അതിനൊരു നല്ലൊരു കാരണം കൂടെ ഉണ്ട്. ആർക്കും അറിയാം? ഈ ഡ്രഗ്സിന്റെ പ്രത്യേകത എന്താ? റിഫാമിസിൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ആർക്ക് പറയാം? നമ്മുടെ ബോഡിക്കകത്തുള്ള ടിഷ്യൂസ് ഇല്ലേ, ആ ടിഷ്യൂസിന് പെനട്രേറ്റ് ചെയ്ത് പോകാൻ കഴിവുള്ളവൻ. ആരെവിടെയും കേട്ടോണ്ട് ഈ കാര്യം? ആരെങ്കിലും കേട്ടോണ്ട് ഈ കാര്യം? നമ്മുടെ ബോഡിക്കകത്തുള്ള இந்த ടിഷ്യൂസിനെ വരെ പെനട്രേറ്റ് ചെയ്ത് പോകാൻ കഴിവുള്ള ഡ്രഗ്സിന്റെ പേരെന്താ? റിഫാമിസിനാണെ. മറക്കരുത്. ടിഷ്യൂ മെമ്പേഴ്സ് ഇല്ലേ, ടിഷ്യൂ ദ മെമ്പേഴ്സിനെ അവൻ എന്ത് ചെയ്യുന്നു? ഇവന് അകത്ത് പെനട്രേറ്റ് ചെയ്ത് പോകാൻ കഴിവുള്ള ആളാണ് റിഫാമിസിൻ എന്ന് പറയുന്നത്. അതിനൊരു ചോദ്യം കൂടെ ഉണ്ട്. ആരെങ്കിലും ദ ബി ബി കേട്ടിട്ടുണ്ടോ? ദ ബി ആൻഡ് ദ ബി ആൻഡ് ദ ബി എന്ന് സംഭവം എന്താ? ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ബി, 2 ബി, എന്താ 3 ബി കേട്ടിട്ടുണ്ടോടെ? കേട്ടിട്ടുണ്ടോടെ? ഫുൾ ഫോം എന്താ? അതിന്റെ ഫുൾ ഫോം എന്താ? ഫുൾ ഫോം എന്താ? ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആണോ? കേട്ടിട്ടുണ്ടെങ്കിലും ഒരു പേര്? ഒരു വി ആയി, 2 വി ആയി, 3 വി എന്തൊക്കെയുണ്ട് പറയണേ? ബ്ലഡ് ബ്രെയിൻ ബാരിയർ അല്ലേ? അത് ബ്രേക്ക് ചെയ്ത് പോകേണ്ട കഴിവുള്ള ഡ്രഗിന്റെ പേര് ഏതാ? റിഫാമിസിൻ ആണ് കേട്ടോ. മറക്കരുത്. ഈ പറഞ്ഞ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ പഠിക്കും. അതിനെ വരെ ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിവുള്ള ആളാരാ? റിഫാമിസിൻ എന്ന് പറയുന്നത് ചോദിക്കും.
എഴുതൂടെ? ചോദ്യം ഇതായിരുന്നു. ഈ പറഞ്ഞ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ഇത് ബ്രേക്ക് ചെയ്ത് പോയി ഇത് ബാക്ടീരിയ കൊല്ലാൻ കഴിവുള്ള ഡ്രഗ്സിന്റെ പേര് അതായിരുന്നു ഒരിക്കൽ ചോദ്യം. എന്തെഴുതും? ഇൻ ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ അത് ബ്രേക്ക് ചെയ്ത് പോയി ദ ബാക്ടീരിയ കൊല്ലാൻ കഴിവുള്ള ഡ്രഗ്സിന്റെ പേരെന്താ? റിഫാവസിൻ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ഇന്നത്തെ പ്ലാസന്റെ ക്രോസ് ചെയ്ത് വെക്കൊന്നൂടെ? ശരിക്കും പറഞ്ഞാൽ ഇവൻ ഇന്ന പ്ലാസന്റെ ക്രോസ് ചെയ്ത് വെക്കൂടെ? ശരിക്കും പറഞ്ഞാൽ ഇവൻ ഇന്ന പ്ലാസന്റെ ക്രോസ് വെക്കൂടെ? പോകാമോ? ഇന്ന പ്ലാസന്റെ ക്രോസ് ചെയ്ത് പോകുന്ന ഡ്രഗിന്റെ പേരെന്താ? പ്രീവിയസ് ചോദ്യം. ഇന്ന പ്ലാസന്റെ അതിനെ ക്രോസ് ചെയ്ത് പോകാൻ കഴിവുള്ള ഡ്രഗിന്റെ പേരെന്താ? ഇന്ന മദറിന് ഇന്ന ടി വി ഉണ്ടെങ്കിൽ റിഫാമിസിൻ കഴിക്കുമ്പോൾ ഇന്ന പ്ലാസന്റെ ക്രോസ് ചെയ്ത് പോകാൻ കഴിവുള്ള ഡ്രഗിന്റെ പേരെന്താ? ഇന്ന മദറിന് ടി വി ഉണ്ട്, ആ മദർ റിഫാമിസിൻ കഴിക്കുമ്പോൾ ആ പ്ലാസന്റെ ക്രോസ് ചെയ്ത് പോയി കുട്ടിക്ക് അഫക്ട് ചെയ്യാൻ ഡ്രഗിന്റെ പേരെന്താ? റിഫാമിസിൻ. മറക്കരുത്. മറക്കോടെ? ഇല്ല, മറക്കൂലല്ലോ. മറക്കോ? ഇല്ല, മറക്കോടെ? ഈ പറഞ്ഞ റിഫാമിസ് ഏത് റൂട്ട് ആരും കാണുന്നുണ്ടോ? ട്യൂബർ ക്ലോസ് ഏകദേശം 1 മണിക്കൂർ പഠിക്കുന്നില്ലേ? ഈ ഒരു കണ്ടീഷൻ മാത്രം ഏകദേശം 1 മണിക്കൂറായില്ലേ? ട്യൂബർ ക്ലോസിസ് മാത്രം ഏകദേശം 1 മണിക്കൂറിലായില്ലേ? 1 മണിക്കൂറിലായില്ലേ? 1 മണിക്കൂറിൽ കൂടുതലായില്ലേ? അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? ഇത് നിങ്ങൾ വേറെ കൂടെ പഠിക്കാൻ പോലും ഒരു 10 സെന്റൻസ്, ഒരു 10-12 സെന്റൻസ് തീക്കുന്ന കാര്യമാണ്. ഇത്രയും വളരെ ഡീറ്റെയിൽ ആയി പഠിക്കുക. ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ സാധിക്കും. ചോദിക്കട്ടെ, റിഫാമസ് എയർ റൂട്ടാ? ഇഞ്ചക്ടബിൾ ആണോ കൊടുത്ത ടാബ്ലറ്റ് ആണോ? റിഫാമസ് ഇഞ്ചക്ടബിൾ ആണോ കൊടുത്ത ടാബ്ലറ്റ് ആണോ? റൂട്ട് ചോദിക്കും. ഓറൽ റൂട്ടല്ലേ? റിഫാമസിൻ ഓറൽ റൂട്ടാണ്. ഓറൽ റൂട്ടാണ്, ഇഞ്ചക്ഷൻ അല്ല. മറക്കെ ടാബ്ലറ്റ് ആണ്, ഓറൽ റൂട്ടാണ്. അറിയേണ്ട കാര്യം ഈ പറഞ്ഞ ഫുഡ് കഴിച്ച ശേഷമാണോ ഓർ ഫുഡ് കഴിക്കുന്ന മുമ്പേ ആണോ? ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ ആണെങ്കിൽ 1 മണിക്കൂർ മുമ്പേ അല്ലേ? ആണോടെ? ഈ ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കഴിക്കണ്ടേ? ഒന്നുകിൽ ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ്, അല്ലെങ്കിലോ അന്ത ഭക്ഷണം കഴിച്ച ശേഷമാണെങ്കിലോ 2 മണിക്കൂർ ശേഷം അല്ലേ? ഒന്നുകിൽ ഫുഡ് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ്, അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ ശേഷം മാത്രമേ ഇത് നോക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അറ്റ് ദ ടൈം ഓഫ് നിങ്ങൾ പേഷ്യനെ കണ്ട് വർക്ക് ചെയ്യത്തില്ലേ? സ്റ്റാഫ് ജോലിക്ക് കയറി അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യന്റ് വരുമ്പോൾ ഈ ടാബ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഫുഡ് കഴിക്കുന്ന 1 മണിക്കൂർ മുമ്പ്, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് 2 മണിക്കൂർ ശേഷം മാത്രമേ ഡ്രഗ് കൊടുക്കാവൂ. എന്തിനാ അങ്ങനെ കൊടുക്കുന്നു? എന്തിനാണ് ഒന്നുകിൽ 1 മണിക്കൂർ മുമ്പേ അല്ലെങ്കിൽ 2 മണിക്കൂർ ശേഷം? ചോദ്യം എന്തായിരിക്കും കാരണം? ഒന്നുകിൽ 1 മണിക്കൂർ മുമ്പേ എന്നോ അല്ലെങ്കിൽ 2 മണിക്കൂർ ശേഷം എന്നോ പറയാൻ കാരണം എന്താ? എന്തിനു വേണ്ടിയാണേ? ഇത് ബെറ്റർ അബ്സോർഷൻ വേണ്ടിയല്ലേ? അബ്സോർഷൻ ബെറ്റർ ആകാൻ വേണ്ടിയല്ലേ? ആ ശരിയാണ്, മറക്കരുത്. അബ്സോർഷൻ ബെറ്റർ ആവണ്ടല്ലേ? അല്ലേ? ഇവിടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ അബ്സോർഷൻ കുറയത്തില്ലേ? ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ റിഫാമസിന്റെ അബ്സോർഷൻ കുറയത്തില്ലേ? ആലോചിച്ചിട്ടുണ്ടോ? ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിനോട് ഈ പറഞ്ഞ ഡ്രഗ് ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ റിഫാമസിന്റെ അബ്സോർഷൻ ബോഡി കുറേ കൂടും. റിഫാമസിന്റെ അബ്സോർഷൻ ബോഡിയിൽ കുറവ് കൂടും ഈ ഫുഡിനോടൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ. ഫുഡും ഡ്രഗും ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡ്രഗിന്റെ ഇറ്റ്സ് എഫക്ട് വളരെ കുറയും. മറക്കരുത്. ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് കാര്യം ഇത് ഒറ്റയ്ക്ക് കൊടുക്കുന്നത്. റിഫാമസിന് എപ്പോഴും അത് ഒറ്റയ്ക്കാണോ അവന്റെ കൂടെ വേറെ ഡ്രഗ് കൊടുക്കാറുണ്ടോ? ചോദ്യം അടുത്ത് വരുന്നുണ്ട്. റിഫാമിസിൻ കൊടുക്കുന്നത് ഒറ്റയ്ക്കാണോ അവന്റെ കൂടെ വേറെ ഏതെങ്കിലും ഡ്രഗ് കൊടുക്കാറുണ്ടോ? എങ്കിൽ ഏതിന്റെ കൂടെ? ആരെങ്കിലും INS കേട്ടിട്ടുണ്ടോ? INS കേട്ടിട്ടുണ്ടോ? ഐസോനിയാസിഡ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും?
INH കേട്ടിട്ടുണ്ടോ? INH എന്നോ ഐസോനിയാസിഡ് എന്നോ കേട്ടിട്ടുണ്ടോ? എങ്കിൽ റിഫാമിസിന് ഒറ്റയ്ക്കല്ല കൊടുക്കുന്നത്, ആരെ കൂടെ കൊടുക്കും? INH അഥവാ ഐസോനിയാസിന്റെ കൂടെയാണ് കൊടുക്കുന്നത്, അല്ലേടെ? ശരിയല്ലേ? എപ്പോഴും റിഫാമിസ് ഒറ്റ കൊടുക്കാറില്ല. റിഫാമിസ് ഒരിക്കലും ഒറ്റ കൊടുക്കാറില്ല. അവന്റെ കൂടെ ആരുടെ ഉണ്ട്? അവന്റെ കൂടെ ആരുടെ ഉണ്ട്? ആര് കൂടെ ഉണ്ട്? INH കൂടെ കൊണ്ട്. സോ ഇവിടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കേരള PC എക്സാമിന് ഇതുവരെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. റിഫാമിസിന്റെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ സൈഡ് എഫക്ട് എന്താ? റിഫാമിസിൻ കഴിക്കുന്ന ആൾക്കാരിൽ ഇതിന്റെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ സൈഡ് എഫക്ട് എന്താ? എന്തായിരിക്കും? ടോക്സിറ്റി ഉണ്ടാവാറുണ്ടോ? ഹെപ്പാറ്റോടോക്സിറ്റി, ഹെപ്പാറ്റോടോക്സിറ്റി and the nephrotoxicity, the hepatotoxicity and the nephrotoxicity അല്ലേ? ഉണ്ടാവാറുണ്ടോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട്. ഈ പറഞ്ഞ യൂറിൻ കളർ പിന്നെ പറഞ്ഞുതരാം. ഈ പറഞ്ഞ യൂറിൻ കളറൊക്കെ പിന്നെ പറയാം. അതൊക്കെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ക്വസ്റ്റ്യൻ പിന്നെ പറഞ്ഞുതരും. പിന്നെ പറഞ്ഞുണ്ടോ? ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കഴിക്കുമ്പോൾ നമ്മൾ പേഷ്യന്റ് അടുത്ത് എന്തെങ്കിലും പറയാറുണ്ടോ? അടുത്ത ചോദ്യമാണ്, ഈ 2 ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മൾ പേഷ്യന്റ് അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ? ടാബ്ലറ്റ് കഴിച്ച ശേഷം യൂറിൻ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ആലോചിച്ച് പറയുക. ടാബ്ലറ്റ് കഴിച്ച ശേഷം യൂറിൻ പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഇസ് ഓറഞ്ച് റെഡ് കളർ ആണോ? ഓറഞ്ച് റെഡ് കളർ വരാൻ ചാൻസ് ഇല്ലേ? ഓറഞ്ച് റെഡ് കളർ റെഡ് കളർ, റെഡ് ഓറഞ്ച് റെഡ് അല്ലേ? അത് വരാൻ ചാൻസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കാരണം? ഈസ് എഫക്റ്റീവ്നെസ് ഓഫ് ഡ്രഗ് അല്ലേ? അങ്ങനെ നല്ല കളർ വന്നു കഴിഞ്ഞാൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അങ്ങനെ നല്ലൊരു കളർ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? ഈ പറഞ്ഞ ഡ്രഗിന്റെ എഫക്റ്റീവ്നെസ് അല്ലേ? ഈ പറഞ്ഞ റെഡ് കളർ വരാൻ കാരണം അതുകൊണ്ടല്ലേ? അല്ലേ? ശരിയല്ലേ? ശരിയാണോ അല്ലയോ? പക്ഷെ നമ്മളെല്ലാവരും ഇതുവരെയായിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഇതിന്റെ സൈഡ് എഫക്ട് പഠിക്കുന്നത്, ഇതുവരെയായിട്ട് ഇതിന്റെ സൈഡ് എഫക്ട് ആയിട്ടാണ് കാണുന്നത് അല്ലേ? ഇതുവരെയായിട്ട് നിങ്ങളുടെ മനസ്സിൽ இந்த ഓറഞ്ച് റെഡ് കളർ എന്ന് പറയുമ്പോൾ സൈഡ് എഫക്ട് ആയിട്ടാണ് കണ്ടുള്ളത്, ശരിയല്ലേ? ആണോ അല്ലയോ? ഇതുവരെയായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന യൂറിനിൽ നല്ല റെഡ് ഓറഞ്ച് കളർ വരുമ്പോൾ സൈഡ് എഫക്ട് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതാണോ? അല്ല. ഇത് ഡ്രഗിന്റെ എഫക്റ്റീവ്നെസ് ഉണ്ടല്ലേ? ഡ്രഗിന്റെ എഫക്റ്റീവ്നെസ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റിഫാമിസിൻ ക്ലിയർ ആയോ? റിഫാമിസിൻ ക്ലിയർ ആയോ? റിഫാമിസിൻ ക്ലിയർ ആയോ? അടുത്ത ഡ്രഗ് നോക്കണോ അതോ അടുത്ത പാർട്ടായിട്ട് പഠിക്കണോ? അത് ഈ പറഞ്ഞ ട്യൂബർ ക്ലോസിസ് മുതൽ 2 പാർട്ടുണ്ട്. ട്യൂബർ ക്ലോസിസ് മുതൽ 2 ക്ലാസ് ഉണ്ട്. ട്യൂബർ ക്ലോസ് 2 ക്ലാസ് ഉണ്ട്. ഇനി അടുത്ത് പോണോ അത് അടുത്ത ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. 2 ക്ലാസ് ഉണ്ട്. കംപ്ലീറ്റ് ഡ്രഗ്സ് പഠിക്കണം, സൈഡ് എഫക്ട് പഠിക്കണം, എല്ലാം പഠിക്കുന്നുണ്ട്. യെസ് ഓർ നോ? ഇത് അടുത്ത പാർട്ട് കണ്ടുകൂടെ? സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാൽ പോലെ? സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാമോ? വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമോ? ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ നല്ലത്. കാരണം അടുത്ത 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂറായിട്ട് ട്യൂബർ ക്ലോസിസ് ഫുള്ളും. നിങ്ങൾ എവിടെയും പറയുക ട്യൂബർ ക്ലോസിൽ മാത്രം 2 മണിക്കൂർ പഠിപ്പിക്കുന്ന സ്ഥലം കാണിച്ചു തരിക. ഓക്കെ? നിങ്ങൾ ഫ്രണ്ട്സിനോട് പറയുക, നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കുക ട്യൂബർ ക്ലോസ് മാത്രം 2 മണിക്കൂർ പഠിക്കുന്ന സ്ഥലം എവിടെയെങ്കിലും ചോദിക്കുക, പറഞ്ഞു തരട്ടെ. ഓക്കെ? സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ട്യൂബർ ക്ലോസ് പാർട്ട് 2 അടുത്ത് കാണാം. ഓക്കെ? ചോദ്യം ഉറപ്പിച്ച് പഠിച്ചു. ഒരു ചോദ്യം കിട്ടും. ഉറപ്പിച്ച് പഠിച്ചു. ഓക്കെ? സോ താങ്ക് യു സോ മച്ച്. See you in another class. Thank you so much.